വെബിനാറിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ്. എല്ലാ ആഴ്ചയിലും വ്യത്യസ്തപരമായ വെബിനാറുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, വിദ്യാസമ്പന്നരായ ആളുകളിലൂടെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വളരെ വേണ്ടപ്പെട്ട അറിവുകൾ നൽകിക്കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നടത്തുന്ന വൈസിന്റെ വെബിനാറാണ് നടക്കാൻ പോകുന്നത്. വെസ്റ്റേൺ ഗൾസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സോഷ്യൽ എക്സലൻസ് എന്ന വൈസ് വയനാട്ടിലെ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. ഈ പ്രത്യേകതയിൽ ഒന്നാണ് വെബിനാറുകൾ. ഈ ഒരു ഓൺലൈൻ സംവിധാനത്തിൽ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ആശങ്കകൾ ഉള്ള മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഇന്നുണ്ട്. ഇനി എങ്ങോട്ട് പോകണമെന്നും ഏത് രീതിയിലേക്ക് നയിക്കണമെന്നും മാതാപിതാക്കൾക്കും എങ്ങോട്ട് പോകണമെന്ന് വിദ്യാർത്ഥികൾക്കും ആശങ്ക മാത്രമുള്ള ഒരു കാലഘട്ടം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എഴുതി തന്ന അല്ലെങ്കിൽ മനഃപ്പാഠമാക്കിയ അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റൊരാൾ പാഠമാക്കിയ ഭാഗങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്തിച്ചേരാനുള്ള വഴികൾ. ഇന്ന് നമ്മൾ ആഗ്രഹിച്ച ജോലിയിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകളുണ്ട്. എന്നാൽ അറിഞ്ഞാൽ അത് വളരെ ചെറുതുമാണ്. സാമൂഹ്യ സോഷ്യൽ കമ്മിറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വൈസ് വയനാട് നടത്തുന്ന വെബിനാറാണ് നിങ്ങളിലേക്ക് ഈ അറിവുകളെല്ലാം എത്തിച്ചേരുന്നത്. വൈസ് എന്ന സ്ഥാപനത്തെ കുറിച്ച് അറിയാൻ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് ഈ ഒരു വെബിനാറിൽ തുടക്കമെന്നോണം ചെറിയ രീതിയിൽ ഞാൻ പറയുകയാണ്. വൈസ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഗൾസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സോഷ്യൽ എക്സലൻസ് എന്ന സ്ഥാപനത്തിൽ UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത്. ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള 7th മുതൽ +2 വരെയുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 7th മുതൽ 10th വരെ കേരള സിലബസും അതിന്റെ കൂടെ എൻട്രൻസ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കോച്ചിങ്ങുകളും എല്ലാ സപ്പോർട്ടുകളും കൊടുക്കുന്നു. അതുപോലെ തന്നെ അഗ്രികൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്കൽ, ഇലക്ട്രിക്കൽ, AI തുടങ്ങിയ എല്ലാ മേഖലയിലും ബേസിക് ആയിട്ടുള്ള എല്ലാ അറിവുകളും നൽകിക്കൊണ്ടു. അതിന്റെ കൂടെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം, +1 എത്തുന്ന കുട്ടികൾക്ക് അവരുടെ ഇഷ്ടാനുസരണം ഏത് ജോലിയിലേക്കാണോ താല്പര്യം ആ ജോലിയിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നു. ചില ആളുകൾ സിവിൽ സർവീസ് ആയിരിക്കാം, ചില ആളുകൾക്ക് ഡോക്ടർ ആവാം, ചില ആളുകൾക്ക് എഞ്ചിനീയർ ആവാം, ചില ആളുകൾക്ക് പൈലറ്റ് ആവാം. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണ് വിദ്യാർത്ഥി ആഗ്രഹിച്ച ജോബ് അതിലേക്കുള്ള വഴി നമ്മൾ നയിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അവരുടെ ക്രേസിയസ്റ്റ് ആയിട്ടുള്ള ഏത് കാര്യങ്ങളാണ്, ചിലപ്പോൾ വീഡിയോ ഷൂട്ടിംഗ്, ഫോട്ടോഗ്രാഫി, ട്രക്കിംഗ്, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, അതിലും നമ്മൾ മുഴുവനായിട്ട് അകമഴിഞ്ഞ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തികച്ചും ഹോംലി ആയിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെ ഒരു പഠന രീതി ഏകദേശം 14 ഏക്കറോളം ചുറ്റളവിലുള്ള ഈ ഒരു പ്രദേശത്ത് വൈസ് വയനാട് ഒരുക്കി കൊടുക്കുക. ഇതാണ് വൈസ്. ഇതിനെക്കുറിച്ച് ഇനിയും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ വിശദമായിട്ട് നിങ്ങളിലേക്ക് അറിയിക്കും. ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ, അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഏതായാലും ഈ വൈസ് വയനാട് സംഘടിപ്പിക്കുന്ന വീക്ക്ലി വെബിനാറിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യണം. അതുപോലെ തന്നെ ഇന്ന് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ വളരെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പ്രഗത്ഭനായ എഴുത്തുകാരനും ജേർണലിസ്റ്റും കൂടിയായ യഹിയ സാറാണ്. അദ്ദേഹമാണ് നിങ്ങളിലേക്ക് +2 കഴിഞ്ഞിട്ടും 10th കഴിഞ്ഞിട്ടും ഏതെല്ലാം മേഖലയിലേക്ക് നിങ്ങൾക്ക് പോവാം എന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം സംശയങ്ങളുണ്ടോ അതിലേക്കെല്ലാം നിങ്ങളുടെ ഉത്തമമായ ഒരു നല്ലൊരു ഉത്തരത്തിലൂടെ അദ്ദേഹം നിങ്ങളെ നയിക്കും. അതുപോലെ തന്നെ ഇതിലെ മോഡറേറ്റ് ചെയ്യുന്നത് മുസ്താഖ് സാറാണ്, വൈസിന്റെ അക്കാദമിക് കൗൺസിലർ കൂടിയായ അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെയും നമ്മുടെ ഗസ്റ്റിനെയും അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ അറിവുകളും പൂർണ്ണമായിട്ട്, നിങ്ങളെ എല്ലാ ചോദ്യങ്ങളും സംശയങ്ങളും പൂർണ്ണമായിട്ട് ചോദിച്ചറിഞ്ഞ് മാത്രമേ ഇതിൽ നിന്ന് പോകാൻ പാടുള്ളൂ. വൈസിന്റെ ഒരു സതുദ്ദേശത്തോടെ നടക്കുന്ന ഈ ഒരു വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് മോഡറേറ്റർക്ക് ഞാൻ കൈമാറും. നന്ദി.
Musaq sir, mic on. Sorry, my mistake. So sorry. Yeah. Without further delay, I would like to invite Yahya sir to the program. Over to you, sir. Yahya sir, are you there? Hello? Yes, sir, you're audible. Okay, thank you. Please go ahead. വളരെ വ്യത്യസ്തമായ ഒരു ജീവിത രീതികളിലൂടെയാണ് ഇന്ന് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് വളരെ വ്യത്യസ്തമായ പാതയിലൂടെയാണ്. അതിനകത്ത് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ നമ്മളെ നാട്ടിൽ ഒരുപാട് വൈകി വന്ന ഒരു വസന്തം പോലെയാണ് നമ്മളെ ഡിജിറ്റൽ വിപ്ലവത്തിനെ നമ്മളിപ്പോൾ കാണുന്നത്. കാരണം ഒരു 6-7 വർഷം മുമ്പ് ഇത്തരം ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കണമെന്ന് വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടൊക്കെ പറയുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ നേരിട്ട ഒരു സമയമുണ്ടായി. എന്നാൽ ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി നമ്മളിപ്പോൾ എല്ലാവരും ഡിജിറ്റൽ വിപ്ലവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ ഡിജിറ്റൽ വിപ്ലവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ കഴിഞ്ഞ വർഷം LKG സ്കൂളിൽ ചേർത്തു. അവന് ഇപ്പോൾ UKG ഇതുവരെ ഒരു ദിവസം പോലും അവന് സ്കൂൾ അവൻ കണ്ടിട്ടില്ല. അപ്പോൾ LKG പ്രൊമോഷനായിട്ട് UKG എത്തിയപ്പോഴും അവൻ്റെ സ്കൂള് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പഠനമുറിയാണ്. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇനിയുള്ള കാലത്തൊരു വീട് നിർമ്മിക്കുമ്പോൾ ഒരു ക്ലാസ് മുറി കൂടി വീട്ടിൽ ഒരു പക്ഷേ ആർക്കിടെക്ട് വരച്ചു തുടങ്ങും എന്നുള്ളതാണ്. കാരണം മൊത്തം ജീവിതശൈലിയും അതോടൊപ്പം തന്നെ നമ്മുടെ പഠന രീതികളും ഒട്ടേറെ മാറിക്കഴിഞ്ഞു. ഈ കാലഘട്ടത്തിലാണ് ഇത്രയും കാലിക പ്രസക്തമായിട്ടുള്ള നമ്മളൊരു ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച്, ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് മലയാളിയും സാക്ഷരതയിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുകയാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പുറകോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഏതാനും വർഷങ്ങളായിട്ടുള്ളത്. മറ്റു പല ഏജൻസികളുടെ റിപ്പോർട്ടിംഗ് വരുമ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ഒട്ടേറെ മുന്നോട്ട് പോയി എന്നെല്ലാം നമ്മൾ പറയാറുണ്ടെങ്കിലും ഹയർ എഡ്യൂക്കേഷനിൽ വരുമ്പോൾ ഇപ്പോഴും കേരളം വളരെ താഴെയാണ്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ പരിശോധിക്കുമ്പോൾ കിട്ടുന്ന തിരുത്തലുകൾക്ക് വേണ്ടിയാണ് നാം സമയം കഴിയുന്നത്. കാരണം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് ഈ വെബിനാറിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% ഇനി നമുക്ക് പറയാൻ പറ്റണം നമ്മുടെ ഭാവി എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. ഒരു 40-കാരനായ എനിക്ക് പറയാനധികം ഞാനൊക്കെ 10ാം ക്ലാസ് കഴിയുമ്പോൾ ഇത്തരം രീതിയിലുള്ള ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്സോ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠനാണ് എൻ്റെ നാട്ടിൽ ഏറ്റവും ആദ്യമായി 10ാം ക്ലാസ് പാസ്സായ മനുഷ്യൻ. എന്നിട്ട് അദ്ദേഹം പ്രീ ഡിഗ്രിക്ക് പോയത് ഞങ്ങളുടെ നാട്ടിലുള്ള മീൻസ് പൊന്നാനിയിൽ തന്നെയുള്ള ഒരു പാരലൽ കോളേജിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാനിയിൽ MES കോളേജ് ഉണ്ടെന്നും ആ MES കോളേജിൽ ഇത്തരം കോഴ്സുകൾ ഉണ്ടെന്നൊക്കെ ഇവന് പറഞ്ഞു ആരും കൊടുത്തില്ല. അതിനേക്കാൾ ഉപരി അവൻ ഏറ്റവും കൂടുതൽ പേടിച്ചത് MES കോളേജിൽ പോയാൽ റാഗിങ് ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു സ്കോളർ എന്ന് പറയുന്ന ഇപ്പോഴും നല്ല രീതിയിൽ നിലനിന്ന് പോകുന്ന ഒരു പാരലൽ കോളേജിലാണ് ജ്യേഷ്ഠൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത്. അപ്പം അവൻ്റെ വഴിയിലൂടെയാണ് ഞാനൊക്കെ വളരുന്നത്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കൃത്യമായി പൊന്നാനി MES പോകുന്നു. MES പോകുമ്പോൾ എന്നെ ഏത് രീതിയിലേക്ക് കൊണ്ടുപോകണമെന്ന് എൻ്റെ ഉപ്പാക്കും എൻ്റെ ജ്യേഷ്ഠനും ഒക്കെ ഒരു ബോധമുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവരെന്നെ പ്രീ ഡിഗ്രി 2nd ഗ്രൂപ്പിലാണ് ചേർത്തത്. കാരണം വീട്ടിൽ ഒരു ഡോക്ടർ ഉണ്ടാവണമെന്ന് ഉപ്പ ഒരു പക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഒരു കാലത്ത് പോലും ഉപ്പയുടെ ആഗ്രഹം എന്നോടോ എൻ്റെ ജ്യേഷ്ഠനോടോ അല്ലെങ്കിൽ അനിയനോ, ഞങ്ങൾ 4 മക്കളാണ്, 4 മക്കളോടും നിങ്ങൾ ഇങ്ങനെ ആവണമെന്ന് ഇതുവരെ മരിച്ചുപോയി. മരിക്കുന്നത് വരെ ഒരു പക്ഷെ ഉപ്പ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ പ്രീ ഡിഗ്രിക്ക് 2nd ഗ്രൂപ്പിന് കൊണ്ടുപോയി ചേർത്തപ്പോൾ
ഈ സെക്കൻഡ് ഗ്രൂപ്പ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന ലെവലിലാണ് നമ്മൾ എത്തേണ്ടതെന്നും അങ്ങനെയൊന്നും പറയില്ല. ജസ്റ്റ് അവിടെ കൊണ്ടുപോയി ചേർത്തു, കാര്യങ്ങളായി. ക്ലാസ്സിൽ പോയി 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഒക്കെയാണ്. അപ്പോൾ കുറേ പിള്ളേർ PC തോമസ് സാറിൻ്റെ അടുത്ത് എൻട്രൻസിൽ ചേർന്നിട്ടുണ്ട്. ജ്യേഷ്ഠൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എൻട്രൻസിൽ ചേരണോ? അപ്പോൾ അവൻ്റെ അടുത്ത് മറുപടി വേറെ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവന് ഇഷ്ടമായില്ലെങ്കിലോ ആയിക്കോട്ടെ ഞാനും ചേർന്നോളാം. അങ്ങനെ PC തോമസ് സാറിൻ്റെ അടുത്ത് എൻട്രൻസിൽ പോയി. 1 വർഷമൊക്കെ എൻട്രൻസിൽ പോയി. ഏകദേശം നമുക്ക് മനസ്സിലായി ഇത് നമ്മളെ കൊണ്ട് കൂടുന്നൊരു ഏർപ്പാടല്ല. പയ്യെ എൻട്രൻസ് ഒക്കെ നിർത്തി നമ്മൾ കോളേജിൽ മാത്രം ഒതുങ്ങിക്കൂടി. അങ്ങനെ പിന്നീട് കുറെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എവിടേക്കാണ് നമ്മൾ ഈ ലക്ഷ്യമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. എൻ്റെ കുട്ടികളോടും രക്ഷിതാക്കളോടും ഞാനിങ്ങനെ നീട്ടിപ്പരത്തി പറയുന്നില്ല, നമുക്കൊരു ഡിസ്കഷനിലേക്ക് പോകാം. നിങ്ങൾക്ക് എന്താവാനാണോ ആഗ്രഹം, ആ ആഗ്രഹത്തിനനുസരിച്ചാണ് പഠിക്കുന്നത്. സത്യം പറഞ്ഞാൽ 6ാം ക്ലാസ് മുതൽ തന്നെ നിങ്ങൾ പ്ലാനിങ്ങോടുകൂടി പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ എന്താവണം എന്നുള്ളത് രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നു ആ രീതിയിലേക്ക് പോവുകയുള്ളൂ. കാരണം ഇപ്പം എല്ലാ മത്സര പരീക്ഷകൾക്കും ചോദിക്കുന്നത് NCERT ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക സ്കൂളുകളിൽ 8ലോ 9ലോ എത്തുമ്പോഴാണ് NCERT ബുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നോർത്ത് ഇന്ത്യയിലെ കുട്ടികളും നമ്മളും കൂടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എവിടെയെന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന അടിത്തറ നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതെ വരും. ഈ ഫൗണ്ടേഷൻ നിർക്കുക എന്നുള്ളതാണ് നമ്മുടെ കുട്ടികളുടെ കരിയർ കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളും +2 കഴിഞ്ഞ കുട്ടികളും സാർ ഞങ്ങൾക്ക് എന്താണ്, അപ്പോൾ അങ്ങനെയുള്ള കുറേ കോഴ്സുകൾ ഒരുപാട് നമ്മൾ പഠിച്ച കാലത്തുണ്ടായിരുന്ന കോഴ്സുകളൊന്നല്ല ഇപ്പോൾ ഉള്ളത്. അത് പ്രീ ഡിഗ്രി ഒക്കെ പോയി ഇപ്പോൾ +2 ആയി. +2 തന്നെ ഇഷ്ടം പോലെ ഓപ്ഷൻസുകൾ വന്നു. 28 കോമ്പിനേഷനാണ് ഇന്ന് കേരളത്തിൽ +2-നുള്ളത്. അതിൽ സയൻസിൽ തന്നെ 6 കോമ്പിനേഷൻ പഠിക്കുന്നുണ്ട്. നമ്മൾ ലൈഫ് കൃത്യമായി ഡിസൈൻ ചെയ്തതാണെങ്കിൽ ഈ കോഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അതിനേക്കാൾ അപ്പുറത്ത് എൻ്റെ അഭിരുചി ഇന്നതാണ്, അതിനനുസരിച്ചുള്ള കോഴ്സ് ഏതാണ് എന്ന രീതിയിലേക്ക് ഒരു ഡിസ്കഷന് പോയി കഴിഞ്ഞു. അതുമല്ല ഇപ്പം എല്ലാവരും ഏതൊക്കെ ചേരണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഡൗട്ടുകൾ ഇങ്ങനെ നമ്മൾ റേഡിയോ പോലെ പറയാതെ എനിക്ക് ഏറ്റവും ഇഷ്ടമായതാണ് നിങ്ങൾ ആരെങ്കിലും സംശയം ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മറുപടിയിൽ എൻ്റെ അറിവും വർദ്ധിക്കും, നിങ്ങളുടെ അറിവും വർദ്ധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പാനൽ ചർച്ചയിലേക്ക് ഞാൻ ഇത് മാറുകയാണ്. മോഡറേറ്റർ ദയവ് ചെയ്തിട്ട് ഇതൊരു ചർച്ചാ രീതിയിലേക്ക് മാറ്റണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നല്ല നമസ്കാരം. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് EA സാർ. നമ്മൾ കേട്ടതുപോലെ തന്നെ EA സാർ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ഒരു മോഡ് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഒരുപാട് സംശയങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും, കുട്ടികൾക്കായാലും പാരൻസിലായാലും ആർക്ക് തന്നെ ആയാലും അവരുടെ മൈക്ക് ഓൺ ചെയ്തിട്ട് അവർക്ക് ചോദിക്കാം. ഇനി സംസാരിക്കാൻ മടിയുള്ളവരാണെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം, ഓപ്ഷൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ആദ്യം ആരാണ് നമ്മുടെ അടുത്ത് ചോദ്യം ചോദിക്കുന്നത് നമുക്ക് നോക്കാം. ഇൻഷാ അല്ലാഹ്. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അവന് പിന്നെ അക്കൗണ്ട്സ് കൊമേഴ്സ് IT കൊമേഴ്സ് ആണ് എടുത്തത്. അപ്പോൾ BBAക്ക് പഠിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. അത് പിന്നെ BBA തന്നെ പല സെക്ഷൻ ആയിട്ടുണ്ട്. അപ്പം റെഗുലർ BBAക്ക് ചേരണോ അതോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റിംഗ്, ഏവിയേഷൻ അങ്ങനെ? അപ്പൊ ഏവിയേഷൻ അവനൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഏതാണ് കൂടുതൽ? കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരു ട്രഡീഷണൽ BBA മാത്രമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നമ്മൾ ചേരുന്ന കോളേജുകളിൽ അവർ കോളേജിന്റെ വെച്ചിട്ട് ആഡ് ഓൺ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അവിടെയാണ് ഏവിയേഷനും നമ്മളുടെ ലോജിസ്റ്റിക്കും അങ്ങനെയുള്ള ആഡ് ഓൺ കോഴ്സുകളാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇന്ന് കൊടുക്കുന്നത്. കാരണം കേരളം എപ്പോഴും കുറച്ച് പുറകിലാണ്. എല്ലാ മറ്റുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ അവസാനിപ്പിച്ച പല കോഴ്സുകളും ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷമിക്കുക ആരെങ്കിലും യൂണിവേഴ്സിറ്റി പ്രതിനിധികളൊക്കെ ഉണ്ടെങ്കിൽ. കാരണം ഇപ്പോഴും പുറത്തുള്ള പല യൂണിവേഴ്സിറ്റികളും സാറ് ചോദിച്ച പോലെയുള്ള കോഴ്സുകൾ
ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ആയാലും തമിഴ്നാട്ടിൽ 2-3 യൂണിവേഴ്സിറ്റികൾ ഇത്തരം കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഏവിയേഷൻ, BBA ഏവിയേഷൻ എന്ന് പറഞ്ഞ് ഗാർഡൻ സിറ്റി കോളേജിലാണ് ഇന്ന് ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ ലെവലിൽ പഠിക്കുന്നത്. അവർ ഭയങ്കര ഡൊണേഷനൊക്കെ മേടിച്ചിട്ടുകൊണ്ടാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതൊരു സ്പെസിഫിക് മേഖലയിലേക്ക് കുട്ടിയെ പറഞ്ഞയക്കാവുന്ന രീതിയിലാണ് അതിന്റെ സിലബസ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കുട്ടിയുടെ അഭിരുചി ഇങ്ങനെ ഏവിയേഷൻ മേഖലയിലേക്ക് പോകണം എന്നാണ് എങ്കിൽ തീർച്ചയായും അവനെ, നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് എല്ലാ കോളേജുകളിലും BBA പ്ലസ് ഏവിയേഷൻ എന്ന് പറയുന്നത് ഇത്ര മണിക്കൂർ, 300 മണിക്കൂർ, 270 മണിക്കൂറുകളുടെ ഒരു ആഡ് ഓൺ കോഴ്സുകളുണ്ട്. അപ്പം ആ ആഡ് ഓൺ കോഴ്സിന് ചേർക്കാവുന്നതാണ്. ഇനി അതല്ല നമുക്ക് കേരളത്തിന് പുറത്തു പോയി പഠിപ്പിക്കാൻ കുഴപ്പമില്ല എന്നുണ്ട് എങ്കിൽ തീർച്ചയായും കർണാടകയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അവനെ പറഞ്ഞയക്കാവുന്നതാണ്. അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് ഇന്ന് കേരളത്തിന് പുറത്തുള്ള ഒരു ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിയിലുള്ളത്. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എപ്പോഴും D2B യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും നന്നാവുക. കേരളത്തിൽ അങ്ങനെ ഉള്ളത് പറയുന്നത് അമൃത വിദ്യാപീഠം കൊല്ലത്താണ്. അവിടെ പക്ഷെ BBA ഏവിയേഷൻ ഇല്ല എന്നുള്ളതാണ്. സാർ, ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് നമ്മുടെ പാർട്ടിസിപ്പൻസിനകത്തുനിന്ന്. 10th കഴിഞ്ഞു, അപ്പോൾ റോബോട്ടിക്സ് പഠിക്കാനാണ് താല്പര്യം. എന്താണ് അടുത്ത സ്റ്റെപ്പ്? ആ കുട്ടി +1 കമ്പ്യൂട്ടർ സയൻസ് മാത്സ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ചോയ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ +1 സ്റ്റേറ്റ് ബോർഡിലടക്കം നല്ല സിലബസ് ആണുള്ളത്. CBSE ആണെങ്കിൽ കുറച്ചുകൂടി പൈത്തൺ വരെ പഠിപ്പിക്കുന്ന സിലബസ് ആണ് CBSE ഉള്ളത്. കേരള സിലബസിൽ പൈത്തൺ പഠിപ്പിക്കുന്നില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ഇപ്പൊ കേരളത്തിലെ സെൽഫ് ഫൈനാൻസിങ് സ്കൂളുകളിലെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് M.Tech-ഉം B.Tech കഴിഞ്ഞ അത്രയും എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർ പ്രോഗ്രാമിംഗ് എല്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടി ഇപ്പൊ പഠിക്കേണ്ടത് +1 കമ്പ്യൂട്ടർ സയൻസ് മാത്സ് പഠിക്കാം. അതിനുശേഷം ഡിഗ്രിക്ക് റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് തന്നെ ഇന്ന് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കേരളത്തിലെ 9 കോളേജുകളിൽ ഇന്ന് അത് അവൈലബിൾ ആണ്. കേരളത്തിന് പുറത്ത് അണ്ണാ യൂണിവേഴ്സിറ്റിയിലും ബാംഗ്ലൂർ വിശ്വേശ്വര യൂണിവേഴ്സിറ്റിയാണ് കർണാടകയിലുള്ളത്. അവിടെയൊക്കെ ഇഷ്ടം പോലെ കോളേജുകളിൽ ഈ കോഴ്സുകളുണ്ട്. ഏറ്റവും നന്നായിട്ട് അറിയപ്പെടുന്ന ഇൻഡസ്ട്രി ആയിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്ന കോളേജുകളാണ്. കോയമ്പത്തൂർ അത്തരത്തിലുള്ള 1-2 കോളേജുകളുണ്ട്. ഏത് കോളേജിൽ വേണമെങ്കിലും +1 നല്ല മാർക്കോടെ പാസ്സാവുക, കീം എഴുതുക, അല്ലെങ്കിൽ JEE എഴുതി IIT-കളിൽ പോകാവുന്നതാണ്. യെസ് സർ, റോബോട്ടിക്സ് തന്നെയാണോ ബയോ സയൻസുകാർക്ക് പറ്റുള്ളൂ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പറ്റായിക ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് പഠിച്ചാൽ മതി. കുറച്ചുകൂടി മാത്സ് പഠിച്ചപ്പോൾ നമ്മൾ സാധാരണ എഞ്ചിനീയറിംഗിന് പോകുമ്പോൾ മാത്രമാണ് സ്പെഷ്യലൈസേഷന് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അതൊരു ബയോളജി പഠിച്ച് കുറച്ചുകൂടി നല്ലതെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. കാരണം നാളെ ഈ കുട്ടിക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇനി ഒരു മെഡിസിൻ ലെവലിലേക്ക് പോകണം എന്നുള്ളത് ആഗ്രഹിക്കുകയാണ്. ഇപ്പം പുതിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന കോഴ്സുകളാണ് വരാൻ പോകുന്നത്. ഖരഗ്പൂർ IIT-യിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ MBBS കഴിഞ്ഞവർക്ക് MS എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നാട്ടില് വളരെ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞ സാധനം ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുമ്പുറത്ത് ആശുപത്രിയിൽ വരെ റോബോട്ടിക് സർജറി എന്തായാലും ഉറപ്പായിട്ടുണ്ട്. അന്നേരം ഈ കോഴ്സിനും ഡോക്ടേഴ്സിനെ ഒരുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഖരഗ്പൂർ IIT ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് തുടങ്ങിയിട്ടുള്ളത്. ഇനി വരാൻ പോകുന്ന എന്താ പറഞ്ഞാല് നമ്മുടെ MBBS കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിശ്വേശ്വര യൂണിവേഴ്സിറ്റിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടി ബയോളജി പഠിച്ച് എന്ന് കരുതിയിട്ട് യാതൊരു നഷ്ടവുമില്ല. ബയോളജി അതുമല്ല +2 ബയോളജി പഠിച്ചിരിക്കണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം സാമാന്യമായ അറിവ് നമ്മളുടെ ബോഡിയെ കുറിച്ചും എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റാവുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തീർച്ചയായും മാത്സ് പഠിച്ചാൽ മതി. ബയോളജിയോ നിങ്ങൾക്ക് ബയോളജിക്ക് പകരം വേറെ എന്ത് വേണമെങ്കിലും പഠിച്ചോ കുഴപ്പമില്ല. മാത്സ് പഠിക്കാം. നമ്മുടെ കേരളത്തിൽ ബയോമാത്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സ്കൂളുകളിലും എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിലും അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് സ്കൂളുകളെല്ലാം കുട്ടികൾക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ കൊടുക്കുന്നത്
ഇപ്പോൾ ബയോമാസ് ആണ്. ആ കുട്ടികൾക്ക് എവിടേക്ക് വേണമെങ്കിലും തിരിഞ്ഞു പോകാം എന്നുള്ളതുണ്ട്. താങ്ക് യു സർ. വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എടുത്താൽ എവിടെയൊക്കെ പ്ലേസ്മെന്റ് കിട്ടും? എയറോസ്പേസിനെ നമുക്കറിയാലോ, അത് ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ഇപ്പോഴും ഗവൺമെന്റ് സെക്ടറിൽ തന്നെയാണ് ഇന്ത്യയിലുള്ളത്. ഇപ്പം നമ്മളെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ എയറോസ്പേസ് പഠിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത്. അവിടെ ഇപ്പൊ പിള്ളേരെല്ലാവരും VSSക്ക് നേരെ പോവാം എന്ന് വിക്രം നേരെ പോവാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സാധനങ്ങൾ. ഫിസിക്സിനോട് എത്രത്തോളം താല്പര്യമുണ്ടോ, റിസർച്ച് മേഖലയിലേക്ക് എത്രത്തോളം താല്പര്യമുണ്ടോ? കാരണം ഇപ്പൊ പല കുട്ടികളും ജോലി എന്നതിനേക്കാൾ അപ്പുറത്ത് റിസർച്ച് മേഖലയിലേക്ക് പോകുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു റിസർച്ച് ഓറിയന്റഡ് ആണ് എയറോസ്പേസ് എല്ലാം. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയേക്കാൾ അപ്പുറത്ത് NGOs ആണ് ഏറ്റവും കൂടുതൽ, ഗവൺമെന്റ് ബോഡീസ് ആണ് ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. അതാത് സമയത്ത് നോട്ടിഫിക്കേഷൻ വരും. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് സെർച്ച് പോർട്ടലുകളെല്ലാം വളരെ സജീവമായതുകൊണ്ട് തന്നെ ജോലി എവിടെ ഉണ്ട് എന്നുള്ളത് ഒരു വിരൽത്തുമ്പിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. എയറോസ്പേസിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളാണ്. ശ്രദ്ധിക്കുക, പ്രൈവറ്റ് കമ്പനികൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലൊക്കെ പ്രൈവറ്റ് കമ്പനികൾ ഇത്തരം രീതിയിൽ റിസർച്ച് ആയിട്ട് നടത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പല കുട്ടികളും IIT-യിലൊക്കെ പഠിച്ച പല കുട്ടികളും ഇപ്പൊ അങ്ങോട്ട് പോകുന്നുണ്ട്. കാരണം സ്കോളർഷിപ്പ് പ്രതിവർഷം 50 ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് കൊടുത്തിട്ടാണ് ഇന്ന് ഈ കുട്ടികളെ ഈ കമ്പനികൾ ഇത് കൊടുക്കുന്നത്. അതൊരു അർത്ഥത്തിൽ പ്ലേസ്മെന്റ് തന്നെയാണ്. താങ്ക് യു അഗൈൻ സർ. മറ്റൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, IAS എടുക്കാനാണ് താല്പര്യം. അപ്പോൾ ഏത് കോഴ്സാണ് ഇപ്പോൾ 10th കഴിഞ്ഞാലായിട്ട് ചെയ്യാനായിട്ട് പറ്റുക? കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്താണോ? കാരണം ഇപ്പൊ കേരള കേഡറിൽ വന്ന സിവിൽ സർവീസുകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒന്നുകിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ. പണ്ട് നമ്മളതുണ്ടായിരുന്നു, പ്രീഡിയിലേക്ക് 3rd ഗ്രൂപ്പ് പഠിക്കുക എന്നിട്ട് സിവിൽ സർവീസിൽ പോവുക എന്ന് പറയുന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം കൂടുതലും കുട്ടികൾ എഞ്ചിനീയറിംഗോ മെഡിസിനോ ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ്. നമ്മുടെ മുന്നിലുള്ള ഒരുപാട്. എൻ്റെ നാട്ടുകാരിയായ അനുപമ, എൻ്റെ വീടിന്റെ അടുത്താണ് അനുപമയുടെ വീട്. അതുകൊണ്ട് തന്നെ അനുപമ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ പഠിച്ചാണ് ഗോവയിൽ പോയിട്ട്. ഇപ്പൊ നമ്മൾ ഏറ്റവും അടുത്ത ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാറിന്റെ വൈഫ് നീതു സോണ, അവർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ MBBS കഴിഞ്ഞു. നമ്മുടെ പഴയ സ്പീക്കറായിരുന്ന G കാർത്തികേയൻ സാറിന്റെ മരുമകൾ ദിവ്യ IAS, അവര് ഡോക്ടറാണ്. അപ്പൊ നമ്മൾ ആ മേഖലയ്ക്ക് എവിടേക്ക് പോയാലും, ഡോക്ടർ സരി എങ്ങോട്ട് പോയി കഴിഞ്ഞാലും പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ ആൾക്കാരാണ് ഇന്ന് ഓൾമോസ്റ്റ് ഈ മേഖലയിലേക്ക് കടന്നത്. എൻ്റെ തന്നെ ഒരു താത്താടെ മകള് ഇപ്പോ ഇതുണ്ട്, അവള് BDS കഴിഞ്ഞത്. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞാൽ എന്താണ് മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്റ്റിറ്റ്യൂഡ് വളരെ എളുപ്പം ഇവർക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെ. സർ, വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പൊ എത്തിക്കൽ ഹാക്കിംഗ് പോലെയുള്ള മേഖലകളിലൊക്കെ കടന്നു ചെല്ലാനായിട്ടുള്ള കോഴ്സുകൾ ഇതൊക്കെയായിരുന്നു. എത്തിക്കൽ ഹാക്കിംഗ് വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് ചിരി വരും. കാരണം എന്താണെന്ന് പറഞ്ഞാല് അന്യന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നതിന് നമ്മൾ സുന്ദരമായി പറയുന്നു അതൊരു എത്തിക്കൽ സാധനമാണ്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഹാക്കിംഗ് തന്നെയാണ്. എത്തിക്സ് വാക്ക് മാറട്ടെ. അപ്പൊ അത് ഏറ്റവും നല്ലത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഈ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ 2 രീതിയിൽ വേണമെങ്കിൽ നോക്കാം. BCA കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളുണ്ടാവും. നമുക്കറിയില്ല, ഇപ്പൊ ഇത് ഒരുവിധം എത്തിക്കൽ ഹാക്കിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഹാക്കിംഗ് എല്ലാം ഇപ്പൊ നടത്തുന്നത്. കാരണം നിങ്ങളുടെ പോക്കറ്റിൽ എടുക്കുന്ന സ്മാർട്ട് ഫോണിനെ ഞാൻ ഹാക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡാറ്റകളും കിട്ടുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എത്തിക്കൽ ഹാക്കിംഗ് ഇപ്പം ഇന്ത്യ നമ്മള് സൈന്യത്തിലും നമ്മളെ വിവരശേഖരണത്തിലും എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്. IB പോലെയുള്ള നമ്മളുടെ ഫോഴ്സുകളെല്ലാം അത് ഉപയോഗിക്കുന്നുണ്ട്. ഹാക്കിംഗ് എന്നത് സ്വാഭാവികമായിട്ടും ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറുടെ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ എക്സ്പേർട്ടിന്റെ റോൾ തന്നെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഹാക്കിംഗ് ഏറ്റവും നന്നായി പഠിക്കാൻ ഇപ്പൊ ഏറ്റവും എളുപ്പമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BTech കഴിഞ്ഞ് നമ്മൾ ഹാക്കിംഗ് അല്ല, ഇതിന് പ്രോഗ്രാമിംഗ് കോഴ്സ് കഴിയുമ്പോൾ തന്നെ ഇതാണ് ഈ നമ്മൾ പല സ്ഥലങ്ങളിലും ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എത്തിക്കൽ ഹാക്കിംഗ് എന്നൊക്കെ. എങ്കിലും ഹാക്കിംഗ് അത്ര നല്ലതല്ല, അന്യന്റെ ഇതിലേക്ക് പോകുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ഹാക്കിംഗ് പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് തന്നെ പോകണം. കാരണം അതൊരു കേൾക്കാൻ ഭയങ്കര രസമുള്ളതാണെങ്കിലും അന്യന്റെ സ്വകാര്യതയിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും
പിടിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. തുടക്കത്തിലൊക്കെ അല്ലെ എത്തിക് ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങെങ്കിൽ കൂടി മറ്റൊരു മേഖലയിലേക്ക്, അതായത് ഒരു പെട്ടെന്ന് വഴി തെറ്റാനുള്ള ഒരു നാളെ സംഭവം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഹാക്കിംഗ് പഠിക്കുമ്പോൾ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തുക. താങ്ക് യു. യെസ് സർ. ഒരുപക്ഷെ ഈ കോർപ്പറേറ്റ് വേൾഡിൽ B2B ബിസിനസ് ടു ബിസിനസ് രംഗത്ത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ IB അല്ലെങ്കിൽ ഇന്റലിജന്റ് അല്ലാതെയുള്ള രംഗത്തൊക്കെ ആയിരിക്കും കൂടുതൽ അതിന്റെ ഒരു ഉപയോഗം വരിക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ? ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുക അക്കാഡമിക് സാധനങ്ങളായിരിക്കും. പിന്നെ ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് എന്ത് വരും, ഈ അക്കാഡമിക് പരമായ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി കയറി. എന്താണ് അത് എന്നുള്ളത് എൻ്റെ മനസ്സിനെ ഇവൻ അറിയാതെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞു, ഞാൻ പോലും അറിയാതെ. അതായത് അങ്ങനെയാണ് ഇതിന്റെ അരിത്തമെറ്റിക് സാധനങ്ങൾ പോകുന്നത്. കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ വഴിയിലൂടെ പോകുന്നത്. അതുകൊണ്ട് അത് ഒരുതരം ഹാക്കിങ് തന്നെയാണ്. അത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഇതറിയാം. അപ്പം നമ്മൾക്കറിയാമല്ലോ ഈ ഡാറ്റ സ്പ്രിംഗ്ലർ പോലെയുള്ള നമ്മൾ കേട്ടു കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ട സാധനം. ആ ചർച്ച ചെയ്ത സാധനങ്ങളിൽ ഏറ്റവും സിമ്പിളായി പറയാം, നമ്മളുടെ എന്ത് ഡാറ്റയും ഹാക്ക് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ കാലത്ത്. അവിടെ എന്ത് കൊടുത്താലും അത് പഠിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പോലും അറിയാം, നമ്മളെ ഹാക്ക് ചെയ്യാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രില്യൻറ്റ് വർക്കാണ്. മൾട്ടിനാഷണൽ കമ്പനികളിൽ അവരുടെ ബിസിനസ് R&D എന്ന് പറയുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമുണ്ട്. അതിലേക്ക് ഇന്ന് ഈ ഹാക്കിംഗ് കഴിഞ്ഞ കുട്ടികൾ ഒരുപാട് അവർ പ്ലേസ്മെന്റ് നടത്തുന്നുണ്ട്. കാരണം ഞാനൊക്കെ ജോലി ചെയ്ത എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുപാട് കുട്ടികൾ വന്നിരുന്നു. നേരത്തെ ഞാൻ ഒരു പത്രപ്രവർത്തനം എന്ന രീതിയിൽ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ചാനലിൽ ഇതിന്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കൃത്യമായിട്ട് അറിയാം അതൊരു ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖല തന്നെയാണ്. പക്ഷെ കാര്യം ശ്രദ്ധിക്കാൻ മാത്രം, കാരണം എപ്പോഴാണ് വഴി തെറ്റി പോവുക എന്നറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് കൃത്യമായ ഒരു +2 കഴിഞ്ഞിട്ടോ ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ടോ ഒന്നും ഈ കോഴ്സ് പഠിക്കരുത്. മിനിമം PG ലെവലിൽ കഴിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ്. താങ്ക് യു സർ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ BCA നമുക്ക് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും? ഇപ്പോൾ BCA നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റോബോട്ടിക്സും അല്ലെങ്കിൽ AI-യും ഒക്കെ ആണെങ്കിലും മറ്റ് മേഖലകളിലേക്ക് കടന്നെത്താൻ പറ്റുന്ന സാധ്യതകൾ ഇപ്പൊ BCA ചെയ്ത ഒരു കുട്ടിക്ക് ഏതൊക്കെ അല്ലാതെയുള്ള മേഖലകളിലേക്ക് എത്താൻ പറ്റും? BCA കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ MCAക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ സാധ്യത ഉള്ളത്. പക്ഷെ ഇപ്പൊ മൾട്ടിനാഷണൽ കമ്പനികൾ ഈ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെ ഒഴിവാക്കിക്കൊണ്ട് BCA കഴിഞ്ഞ കുട്ടികളെ തെരഞ്ഞെടുക്കുന്ന ഒരു ട്രെൻഡ് ഈ നമ്മൾ കോവിഡ് വരുന്നതിന് തൊട്ടു മുമ്പുള്ള അക്കാഡമിക് ഇയർ കണ്ടിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരതിൽ കാണുന്ന ഏറ്റവും വലിയ സംഭവം ചാട്ട നിർത്തും. അതായത് കമ്പനികളിൽ നിന്നുള്ള ഇവരൊരു കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യും BCA എന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നെ അതുപോലെ പ്രോഗ്രാമിംഗ് സൈഡിൽ കുറച്ചുകൂടി കൂടുതൽ അഗ്രസീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് മൾട്ടിനാഷണൽ കമ്പനി വിപ്ര പോലെയുള്ള കമ്പനികൾ BCA കുട്ടികളെ കൂടുതൽ പ്ലേസ്മെന്റ് എടുത്തു. BCA ഇപ്പൊ അറിയാലോ, ഇപ്പം കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് ആഡ് ഓൺ കോഴ്സുകൾ കൂടി BCA ഒരുപാട് വരുന്നു. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്, അങ്ങനെ ഒട്ടേറെ കോഴ്സുകൾ BCAയുടെ കൂടെ ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ആ സിലബസിൽ പരിഷ്കരണം വരാത്തത് കൊണ്ട് കുട്ടികൾ പിന്തള്ളി പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ ഒരുപാട് ആഡ് ഓൺ കോഴ്സുകൾ ആ മേഖലയിൽ നടക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ബാംഗ്ലൂർ വിശ്വേശ്വര യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയോ ഇവിടെ വരുമ്പോൾ അണ്ണാ യൂണിവേഴ്സിറ്റിയിലൊക്കെ പുറകിൽ നമ്മൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ സാധനം എന്തുണ്ട്, സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കോഴ്സിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആഡ് ഓൺ കോഴ്സ് പഠിച്ചു കിട്ടുമ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ച് അവർ റെഡി ടു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡാറ്റാ സയൻസിലൊക്കെ ഇന്ന് BCAക്കാർക്ക് അനന്തമായ സാധ്യതകളാണ് ഉള്ളത്. തിരഞ്ഞെടുക്കേണ്ട ഒരു ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും ആ കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ആ കോളേജിന്റെ പ്ലേസ്മെന്റ് റെക്കോർഡ് നോക്കണം. ആ കോളേജിന്റെ NAC അക്രഡിറ്റേഷൻ നോക്കണം. NAC ഒരു A അക്രഡിറ്റേഷനെങ്കിലും ഉള്ള കോളേജുകളിൽ മിനിമം നിങ്ങൾ ചേരാൻ ശ്രമിക്കുക. ചിലപ്പം ആ കോളേജിൽ ചേരാനുള്ള ക്രൈറ്റീരിയ നല്ല മാർക്ക് വേണ്ടി വരും. അതുകൊണ്ട് ഉയർന്ന മാർക്ക് മേടിച്ചിട്ട് നമ്മൾ അത്തരം സ്ഥലത്ത് മാത്രം പോയി ചേരുക, ചെറുകിട കോളേജുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും സാർ പറഞ്ഞു വന്നത് ഒരുപക്ഷെ നമ്മുടെ ഫോക്കസ് ഇപ്പോൾ പഠിക്കുമ്പോൾ IIT
അല്ലെങ്കിൽ NIT പോലുള്ള സ്ഥാപനങ്ങളായിരിക്കണം എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേരാൻ സാധിക്കുന്ന, ഇപ്പൊ നമ്മൾ വൈസ് പോലെ ഇവിടെ നമ്മൾ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് എൻട്രൻസ് എക്സാമിന്റെ കോച്ചിങ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിലൂടെ അതിന്റെ ഒരു മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, അല്ലേ? ഓക്കെ. അനദർ ക്വസ്റ്റ്യൻ, ഇപ്പൊ ഏവിയേഷൻ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഒരു പൈലറ്റ് ആവാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നേരത്തെ സാർ മെൻഷൻ ചെയ്യുന്നു കുറച്ച് ഭാഗങ്ങളായിട്ട്. അതായത് പൈലറ്റ് ആവാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും ചിരി വരുന്ന എന്താണെന്ന് വെച്ചാൽ, എന്റെ കൂടെയുള്ള എന്റെ കൊളീഗ് അല്ലെങ്കിൽ എന്റെ സീനിയറായ കക്ഷി പൈലറ്റ് ലൈസൻസ് കിട്ടിയിട്ട് ആ പണിക്ക് പോവാതെ നമ്മുടെ കൂടെ കോളേജിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന ഒരാളാണ് ഡോക്ടർ മൻസൂർ. പൈലറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ +2 വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാവുന്ന ഒരു സാധനമാണ് പൈലറ്റ്. ജീവിതത്തിൽ എന്താ പറയാ, ഞാൻ എപ്പോഴും കുട്ടികളുടെ ക്ലാസ് എടുക്കും. ഞാനൊരു മലയാള അധ്യാപകൻ കൂടി. അപ്പോൾ ഇവർക്ക് +1 ഒരു മലയാളം ചാപ്റ്റർ ലിവിങ്സ്റ്റൺ എന്ന കാക്ക, ഒരു കടൽക്കാക്കയുടെ ഒരിക്കലും ജീവിതത്തിൽ താഴ്ന്നു പറക്കാൻ ആഗ്രഹിക്കാൻ, ഇതുവരെ കാണാത്ത ലോകം വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പോകേണ്ട ഒരു മേഖലയാണ് പൈലറ്റ് മേഖല. എനിക്കറിയാം, ഇപ്പോൾ കേരളത്തിലെല്ലാം നമ്മൾ തൊട്ടടുത്ത് മംഗലാപുരത്തും പിന്നെ ബെല്ലാരിയിലും ഒരുപാട് 3 or 4 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൈവറ്റ് മേഖലയിൽ ഇന്നുണ്ട്. 2 തരത്തിലാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഞങ്ങളുടെ നാട്ടിൽ മീൻസ് തൃശ്ശൂർ ജില്ലയിലെ പന്നിത്തടത്ത് ഒരു ലേഡി പൈലറ്റ് ഉണ്ടായിരുന്നു. അത് പിന്നീട് മരണപ്പെട്ട ഒരു സംഭവമൊക്കെ ഉണ്ടായി. അങ്ങനത്തെ ഒരു ബോംബെയിൽ ഫ്ലൈ ചെയ്യുന്നത്. അപ്പം ഇവരുടെ ഒരു ജീവിതത്തിനൊക്കെ കുറച്ചും ഡൈവേർട്ട് ചെയ്തപ്പോൾ അടുത്തൊരു സിനിമയൊക്കെ വന്നു. അപ്പൊ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഒട്ടുമിക്ക കുട്ടികളും എത്ര അവർ പറത്തിയാലാണ് നമുക്കൊരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ആകാൻ പറ്റുക. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത് നിങ്ങൾ സെറ്റ് യുവർ പ്രയോറിറ്റി. എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി? അത് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈലറ്റ് ആവാൻ പ്ലസ്. പക്ഷെ ഞാൻ പറയുന്നത് മിനിമം ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ അതിലേക്ക് ചിന്തിക്കുക. ഡിഗ്രി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായി എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി നന്നായി, അത്രയേ ഉള്ളൂ. കാരണം ഞാനുമായി ബന്ധപ്പെട്ട 2-4 പേര്, അതായത് ഞാൻ ജോലി ചെയ്തിരുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരു കുട്ടി ഇപ്പോൾ ഖത്തർ എയർവേസിൽ അവന് പൈലറ്റാണ്. അതുകൂടാതെ നമ്മുടെ നാട്ടിൽ ചങ്ങരംകുളത്ത് ഒരു പയ്യൻ നേരത്തെ ജെറ്റിലായിരുന്നു, ഇപ്പോൾ അവന് ബ്രിട്ടീഷ് എയർവേസിലേക്ക് മാറി. അപ്പൊ അവരൊക്കെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ വേണമെന്ന് ഒരിക്കലും ഇല്ല. പക്ഷെ കുറച്ചും കൂടി നമുക്ക് എത്തിപ്പെടാൻ എളുപ്പമുണ്ടാവും, നമുക്ക് ടെക്നിക്കലി പെർഫെക്ഷൻ കിട്ടാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു അഗെയിൻ സർ. വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, SSC CGL എക്സാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? 6ാം ക്ലാസ് മുതൽ പ്രിപ്പറേഷൻ തുടങ്ങാം. NCERT ബുക്ക് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ എല്ലാ മത്സര പരീക്ഷകളും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതൊരു നമ്മളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, മലയാളീസ് എല്ലാതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നമ്മൾ SSIയിലൊക്കെ ആലോചിക്കും. അപ്പോൾ ഒരു 1-2 വർഷത്തോളം നമ്മൾ വീണ്ടും പ്രീവിയസ് 6ാം ക്ലാസ്സിലെ NCERT ബുക്ക് മേടിച്ച് തുടങ്ങി പഠിക്കേണ്ടി വരും. അപ്പോഴേക്കും കുറേ സമയം. മറിച്ച് നമ്മളത് 6ാം ക്ലാസ്സിൽ തന്നെ കൃത്യമായി പഠിച്ചു വന്നിരുന്നില്ല. മിനിമം 8, 9, 10 കൃത്യമായി പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പിന്നെ ഉള്ളത്, ഇതിനെല്ലാത്തിനും ഒരു കോച്ചിങ് സെന്റർ ആവശ്യമാണ്. അപ്പം ഇന്ന് കേരളത്തിൽ അത്തരം കോച്ചിങ് സെന്ററുകൾ വളരെ കുറവാണ്. 2-3 കോച്ചിങ് സെന്റർ ഉണ്ട് എങ്കിൽ കൂടിയും അതിന്റെ റിസൾട്ട് വളരെ മോശമാണ്. ഏറ്റവും നല്ലത് ഹൈദരാബാദിലോ കോട്ടയിലോ, രാജസ്ഥാൻ കോട്ടയിലോ ആണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല കോച്ചിങ് സെന്ററുകൾ ഇത്തരം SSI എക്സാമുകൾ. IASന് വേണ്ടി ശ്രമിച്ച് കിട്ടിയില്ലെങ്കിൽ സോറി, ദി മൈക്ക് വാസ് ഓഫ്. ഓക്കെ, സാറിനെ പറഞ്ഞു വന്നത്, നമ്മൾ ഇത്തരം ഒരു ടേസ്റ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് കുട്ടികൾക്ക് ഏതൊക്കെ മേഖലകളിലേക്കാണ് ചെന്നെത്തേണ്ടത് എന്നുള്ളത് ഒരുപക്ഷെ ഒരു 9th 10th ഒക്കെ ആകുമ്പോഴായിരിക്കും ഉണ്ടാവുക. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് അപ്പോഴാണ് അങ്ങനെയാണ് ഫോളോ ചെയ്ത് വരുന്നത് മിക്കവാറും.
അപ്പോൾ നമ്മളും ഇപ്പോൾ വൈസിൽ ഇപ്പോൾ വെസ്റ്റേൺ ഗാർഡ്സിൽ നമ്മൾ ചെയ്തു വരുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അതായത് 7th സ്റ്റാൻഡേർഡ് തൊട്ട് നമുക്ക് ഈ ഒരു കൾച്ചർ കുട്ടികളിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് നമ്മൾ ചെയ്തു വരുന്നുണ്ടെന്നുള്ളതാണ്. തുടർന്ന് ഇപ്പൊ 10th ജോയിൻ ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള 11th സ്റ്റാൻഡേർഡിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ആ തരത്തിൽ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കെയറും കൂടെ എക്സ്ട്രാ കെയറും കൂടെ കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. LLB ആണ് താല്പര്യം, ഒരു കുട്ടി അയച്ചിട്ടുള്ള മെസ്സേജ് ആണ്. +2 ഏത് കോഴ്സ് ആണ് നല്ലത്? +2 ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഏത് കോഴ്സും കൊടുക്കും. എന്നാൽ അതിന്റെ കൂടെ ക്ലാറ്റിനുള്ള കോച്ചിങ്ങിന് ചേരും. മെന്റൽ എബിലിറ്റി നന്നായി നമ്മൾ വർക്ക് ചെയ്യണം. പിന്നെ ഒരു ലോ പേപ്പറാണ് പിന്നെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും റീസണിങ് നമുക്കറിയാലോ. ഇതിന് ഒരിക്കലും നമ്മളെ നാട്ടിലെ ഒരു സാധാരണ ലോ കോളേജിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹമേ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കോളേജ് തിരഞ്ഞെടുക്കുക. +2 ക്ലാറ്റ് എഴുതാൻ ഇന്റഗ്രേറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അതുകൊണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ പോയി ചേരാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 10ാം ക്ലാസ് വരെ നമ്മൾ എങ്ങനെയെങ്കിലും CBSE സ്കൂളിലോ സ്റ്റേറ്റ് സ്കൂളിലോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിക്കും. +1 +2 നമ്മൾ എന്ത് ചെയ്യും? സർക്കാർ സ്കൂളിലേക്ക് മാറും. എല്ലാവരും ചോദിക്കും സാധാരണ ഒരു ചെറിയ കാശ് ചെലവ് വരുമല്ലോ. പക്ഷെ എന്റെ പൊന്നു മക്കളെ, രക്ഷിതാക്കളെ, ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. +2 നിങ്ങൾ ഏറ്റവും നന്നായി പഠിപ്പിക്കുന്നത്. കാരണം ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് +2 തീർത്തിരിക്കുന്നു. +2 കുറച്ച് കാശ് ചിലവാക്കി നമ്മൾ നല്ല കോച്ചിങ് ഇട്ട് പഠിപ്പിച്ചാൽ ഈ കുട്ടികളുടെ സൗജന്യമാണ്. ഡൽഹി നിങ്ങൾ ഒരു 5 വർഷം MBBS പഠിക്കാൻ ആകെ 5000 രൂപ ചിലവുള്ളതെന്ന് പറഞ്ഞാൽ ഒരു അതിശയോക്തി തോന്നും. എന്നാൽ ഇവിടെ എല്ലാം പഠിക്കാൻ നമുക്ക് ആകെ വരും, ജിപ്മറിലൊക്കെ പഠിക്കാൻ ആകെ ചിലവ് വരുന്നത് 5000 രൂപയാണ്. അപ്പൊ അത് നന്നായിട്ട് +2 നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായി ഡിഗ്രി സ്കോളർഷിപ്പ് കൂടെ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് എൻട്രൻസിന് ഒപ്പം പ്രിഫർ ചെയ്യുക. താങ്ക് യു അഗൈൻ സർ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പൊ ക്രിമിനോളജി, പോലീസ് സയൻസ്, അപ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ വെപ്പൺറി, ലോ എൻഫോഴ്സ്മെന്റ്, അതുപോലെ ക്രൗഡ് കൺട്രോൾ പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ആ മേഖലകളിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള വഴി എന്താണ്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഞാൻ സാധാരണ കഴിഞ്ഞ 2 വർഷമായിട്ട് കുട്ടികൾ ചോദിക്കുന്ന സാധനമാണ് ഫോറൻസിക് സയൻസും ക്രിമിനോളജി. ഈ കഷ്ടകാലം നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ. കേരളത്തില് ഒരു സ്ഥലത്തും ഇത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്താ പറയുക, പുറത്തുനിന്നുള്ള പല യൂണിവേഴ്സിറ്റി കോഴ്സും കള്ളത്തരത്തിൽ നമ്മളെ നാട്ടിൽ പഠിപ്പിക്കുന്നു. ഏറ്റവും നല്ല കോളേജ് ഇതുവരെ ഉള്ളത് ക്രിമിനോളജി പഠിക്കാൻ ഏറ്റവും നല്ല ഒരു കോളേജ് എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. ഞാൻ പറയുന്നത് ഡിഗ്രിക്ക് BA ക്രിമിനോളജി പറയുന്ന കാര്യമായിട്ടാണ് പറയുന്നത്. ഹൈദരാബാദാണ് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിലുള്ളത് ക്രിമിനോളജി പഠിക്കാൻ. കാരണം കഴിഞ്ഞ ഒരു 10 വർഷത്തെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഫോറൻസിക് സയൻസിനും ക്രിമിനോളജിക്കും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ഇനി ഇതിന് സൈബർ സെക്യൂരിറ്റി, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ വന്ന്, ലേറ്റസ്റ്റ് കോഴ്സുകൾ വരുന്നു. ഈ കോഴ്സുകളൊക്കെ ഇപ്പൊ PG ലെവലിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നുകിൽ BTech കമ്പ്യൂട്ടർ സയൻസ്, ഇല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ സർക്യൂട്ട് ബ്രാഞ്ചുകൾ കഴിഞ്ഞ ഒരു കുട്ടിക്ക് നമുക്ക് MTechന് ഇന്ന് സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ പറ്റും. മറിച്ച് നമ്മൾ ഈ കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും PG MSc മാത്സോ MSc ഫിസിക്സോ പഠിച്ച ഒരാൾക്ക് MTech സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള പല കോഴ്സുകളും ഇന്ന് നമ്മള് കേരളത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ഏത് കോഴ്സ് പഠിച്ചോ PGക്ക് അത്, അങ്ങനെയുള്ള കുറെ സാധനങ്ങളാണ്. പക്ഷെ പുറത്ത് അതെല്ലാം മാറിയിട്ട് കാലം കുറയായി. ഇവിടെ ഇപ്പോഴും ലൈഫ് സയൻസ് പഠിച്ച ഒരാൾക്ക് നമ്മുടെ നാച്ചുറൽ സയൻസ്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ 2025 ഇതെല്ലാം മാറി മതി. കേരളത്തിൽ അടുത്ത വർഷം ഡീം ടു ബി യൂണിവേഴ്സിറ്റികൾ എൻട്രി ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഡീം ടു ബി യൂണിവേഴ്സിറ്റിക്ക് വന്നു കഴിയുമ്പോൾ കോഴ്സൊക്കെ ഏത് ഇൻഡസ്ട്രിക്ക് എന്താണോ ആവശ്യമുള്ളത് അത്തരം കോഴ്സുകൾ ഈ യൂണിവേഴ്സിറ്റി ഡിസൈൻ ചെയ്യും. അപ്പൊ ക്രിമിനോളജി ഒക്കെ തീർച്ചയായിട്ടും അവർ കയറി വരും. ക്രിമിനോളജി പഠിക്കുന്ന മേഖല ഏറ്റവും, പോലീസും അതുപോലെ അഭിഭാഷകരുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിമിനോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറ്റാന്വേഷണത്തിൽ ഏറ്റവും നല്ല ഒരു പാർട്ടാണ് ക്രിമിനോളജി.
അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വാസനയൊക്കെ ഉള്ള ആൾക്കാർക്ക് നന്നായി പഠിക്കാവുന്ന ഒരു സാധനമാണ്. LLB കഴിഞ്ഞിട്ട് PG ക്രിമിനോളജി പഠിക്കുന്ന ഒട്ടേറെ ആൾക്കാരെ എനിക്കറിയാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ LLB മേഖലയിൽ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് ക്രിമിനോളജി PG പഠിച്ചാൽ. MSc ക്രിമിനോളജിയും MA ക്രിമിനോളജിയും ഒരുപാട് യൂണിവേഴ്സിറ്റികളിലുണ്ട്. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാനിവിടെ ചാറ്റ് ബോക്സിൽ പറയാം. അതിൽ പേഴ്സണലായിട്ട് വന്ന് ചോദിച്ചാൽ നന്നായി പറയാം. കാരണം കുറച്ചധികം നേരം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാധനമാണ്. എല്ലാവരുടെയും സമയം എടുക്കണ്ടല്ല എന്ന് കരുതിയിട്ടാണ് ഇത്തരം അങ്ങനത്തെ എന്തെങ്കിലും കോഴ്സുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പേഴ്സണലായിട്ട് പറഞ്ഞു. താങ്ക് യു അഗൈൻ സർ. നമുക്ക് കോർപ്പറേറ്റ് വേൾഡിൽ എത്താനായിട്ട് ഇപ്പോൾ ഒരു കമ്പനി സെക്രട്ടറി ആവാനായിട്ട് ശ്രമിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഏതൊക്കെയാണ് വഴികൾ? കമ്പനി സെക്രട്ടറിഷിപ്പ് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതൊരു യൂണിവേഴ്സിറ്റി നടത്തുന്ന കോഴ്സ് അല്ല കമ്പനി സെക്രട്ടറിഷിപ്പ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം ഇവരുടെ ഒരു അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ആണ് സ്വാഭാവികമായിട്ടും കമ്പനി സെക്രട്ടറിഷിപ്പ് നമ്മൾ ആവശ്യപ്പെടാറുള്ള സാധനം, പ്രയോറിറ്റി ഉണ്ടാവുന്ന സാധനം. അതുകൊണ്ട് +2 എപ്പോഴും 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ +2 എപ്പോഴും കൊമേഴ്സ് പഠിക്കാൻ ശ്രമിക്കുക. +2 കഴിഞ്ഞ ഒരാളാണെങ്കിൽ BCom or BBA ശ്രമിക്കുക. നമ്മളെ നാട്ടിലില്ലാത്തൊരു സാധനമാണ് BBM. ആ BBM ആണെങ്കിൽ പോലും കർണാടകയിലൊക്കെ BBM ഉണ്ട്, തമിഴ്നാട്ടിലും BBM ഉണ്ട്. BBM-ഉം കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. കമ്പനി 3 വർഷം, അത് കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോൾ കമ്പനി സെക്രട്ടറിഷിപ്പ് കിട്ടുന്നതാണ്. ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റി കാരണം വരാൻ പോകുന്ന ഒരു സാധനമാണ് കമ്പനി സെക്രട്ടറിഷിപ്പ് ഉള്ള ആൾക്കാർ. കാരണം ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികൾ കേരളത്തിലേക്ക് ഒട്ടേറെ വരുന്നുണ്ട്. പുതിയ ഒരു വ്യാവസായിക വിപ്ലവമൊക്കെ വരാൻ പോകുന്നത് ഇത്തരം മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സർ. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുള്ളത്, നേരത്തെ നമ്മളടുത്ത് എത്തിക്കൽ ഹാക്കിംഗ് ചോദിച്ച കുട്ടിയാണ്. അപ്പം കുട്ടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാക്കിംഗ് പഠിച്ചിട്ട് ആർമിയിൽ ചേരാനാണ് ആഗ്രഹം എന്ന് പറയുന്നത്. ഒരു നല്ല മാർഗമാണല്ലേ? നല്ല മാർഗമാണ് അത്. ഈ കുട്ടികളെ ഇപ്പൊ ഒരു 2 വർഷം മുമ്പ് ഞാൻ എറണാകുളത്ത് സ്കൂളിൽ ഇതേപോലെ ഒരു പ്രോഗ്രാമിന് ചോദിച്ചപ്പോൾ എന്നോട് ആ കുട്ടിയെ അതിന് ഇങ്ങനെ ചോദിക്കാൻ ഒരു ജയറാം അഭിനയിച്ച ഒരു സിനിമ വന്നിരുന്നു. ആ സിനിമയിൽ ജയറാം ഹാക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇതായിക്കൊടുക്കുന്നു. മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിലിറ്ററിയിലേക്ക് ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരെയും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരൊക്കെ അവരെടുക്കുന്നുണ്ട്. ഇതിനകത്ത് കയറി പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അഭിരുചി അത് മിലിറ്ററി മാക്സിമം നിങ്ങളെ യൂസ് ചെയ്യും. അതിനകത്ത് അവർക്കൊരു ഉള്ളിൽ മിലിറ്ററിക്കകത്ത് ഒരു ട്രെയിനിങ് കോളേജും ഒരു ഫോഴ്സ് അങ്ങനത്തെ സംഭവം വേറെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാതും പഠിക്കുക, നിങ്ങളുടെ കഴിവുണ്ടാക്കുക, ആ കഴിവ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത്. ഹാക്കിംഗ് ഒക്കെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് വളരെ വലിയ പുണ്യമേറിയ കാര്യമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം നമ്മളുടെ ഒരു അയൽരാജ്യമല്ല, നമ്മുടെ ശത്രുരാജ്യം. അയൽരാജ്യം എന്ന് പറയരുത്, ശത്രുരാജ്യം നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ കാലേ കൂട്ടി അറിഞ്ഞ് അത് പൊളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങനെ ഒരു ഡിജിറ്റൽ വാറൊക്കെ ഉണ്ടാവാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ്. എന്തായാലും ആ കുട്ടിക്ക് നല്ല കോഴ്സ് പഠിച്ച് മിലിറ്ററി ചേരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അഗൈൻ സർ. വേറെ ക്വസ്റ്റ്യൻ ഉള്ളത്, +2 കഴിഞ്ഞ് പോളിടെക്നിക് ചൂസ് ചെയ്താൽ അതിന്റെ പ്ലേസ്മെന്റ് എങ്ങനെയൊക്കെ ആയിരിക്കും? +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് സർക്കാർ നിയമം മാറ്റി ലാറ്ററൽ എൻട്രി വഴി നമുക്ക് പോളിടെക്നിക്കിലേക്ക് പോവാം. 2 വർഷം പഠിച്ചാൽ മതി, ഡിപ്ലോമ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പോളിടെക്നിക്, ഗവൺമെന്റ് പോളിടെക്നിക്കിൽ അല്ലെങ്കിൽ എയ്ഡഡ് പോളിടെക്നിക്കിലും, ഇനി അതെല്ലാം സെൽഫ് ഫൈനാൻസിങ്ങിലാണെങ്കിൽ കൂടിയും അവരുടെ പ്ലേസ്മെന്റ് റെക്കോർഡ് നോക്കി അവർക്ക് NBA അക്രഡിറ്റേഷൻ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏത് കോഴ്സിന് ചെയ്താണെങ്കിലും അതായത് ടെക്നിക്കൽ ആയിട്ടുള്ള, അതായത് AICTE അപ്രൂവ് ചെയ്തുള്ള AICTE അപ്ലിക്കേഷൻ ഉള്ള ഏത് കോഴ്സ് ചെയ്താണെങ്കിലും നിങ്ങൾ നോക്കേണ്ട ഒറ്റ കാര്യം NBA നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന അക്രഡിറ്റേഷൻ ഉള്ള കോളേജിൽ മാത്രം ചെയ്തു. ഒരു കാരണവശാലും ഈ എഞ്ചിനീയറിംഗ് കോളേജിലോ പോളിടെക്നിക്കുകളിലോ NAC അക്രഡിറ്റേഷൻ എഴുതി കഴിഞ്ഞാൽ ആ പോളിടെക്നിക്കിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ പോയി ചേർന്ന് നമ്മളുടെ ഭാവി കളയരുത്. ഒരു കാരണവശാലും കേരളത്തിലെ 32 എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്രമാണ് NBA അക്രഡിറ്റേഷൻ ഉള്ളത്. NBA അക്രഡിറ്റേഷൻ ഉള്ള കോളേജിൽ പഠിച്ച കുട്ടികൾക്ക് മാത്രമാണ് ഇപ്പൊ കുവൈത്തിൽ എഞ്ചിനീയറിംഗ് ജോലി കിട്ടുന്നുള്ളൂ.
അത് വൈകാതെ UAE-യിലേക്കും ഖത്തറിലേക്കൊക്കെ വരാൻ പോകും. അതുകൊണ്ട് തന്നെ തീർച്ചയായും എൻ്റെ കുട്ടികൾ NBA അക്രഡിറ്റേഷനുള്ള കോളേജിൽ മാത്രം ചെയ്യും. താങ്ക് യു അഗെയിൻ സർ. വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സാറിന്റെ മേഖലയാണ്, കുറെ കൂടെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഏരിയ. ജേർണലിസത്തിൽ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടുപോകുന്ന കാര്യങ്ങളല്ല, ഒരുപാട് മാറ്റങ്ങൾ ജേർണലിസവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ സാധ്യതകൾ, വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ്. ജേർണലിസം എന്ന് പറയുന്നത് വളരെ ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു മേഖലയാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരിക്കലും വിഷ്വൽ മീഡിയനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് നമുക്ക് പ്രിന്റ് മീഡിയ മാത്രമായിരുന്നു പഠിക്കാനുണ്ടായിരുന്നു. പഠിച്ചു കഴിഞ്ഞ് ഇന്റേൺഷിപ്പിന്റെ സമയത്താണ് ഇലക്ട്രോണിക്സ് മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് വെറും ഒരു 15 മണിക്കൂറിന്റെ ഒരു സാധനം തട്ടിക്കൂട്ടി പഠിപ്പിച്ചു. എനിക്കിപ്പോ ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്ക് ചിന്തി വരുന്നുണ്ട്. അപ്പോ ഇന്ന് അതല്ല, ഇന്ന് ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടിയിട്ട് ജേർണലിസം മേഖല ഭയങ്കര അഗ്രസീവായിട്ട് മാറിയിട്ടുണ്ട്. പ്രിന്റ് മീഡിയ ആയാലും ശരി, വിഷ്വൽ മീഡിയ ആയാലും ശരി, അതിനേക്കാളൊക്കെ അപ്പുറത്താണ് ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് വന്നത്. അപ്പൊ ഒരാള് ഇന്ന് അയാൾക്ക് സ്വന്തം മുതലാളിയായിട്ട് തന്നെ ഒരു ചാനൽ തുടങ്ങാം എന്നുള്ളതാണ്. കാരണം ഒരു മുൻകരുതൽ വേണ്ട. യൂട്യൂബിൽ ഫ്രീ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഒരു 10-15,000 രൂപ ചെലവാക്കിയാൽ ഒരു പോർട്ടൽ ഉണ്ടാക്കാം. വീടിനകത്ത് ഇരുന്നിട്ടോ നമ്മൾ എവിടെ ഇരുന്നിട്ടോ ഇന്ന് ജേർണലിസം എന്ന് പറഞ്ഞ സാധനം ചെയ്യാൻ സാധിക്കും. എൻ്റെ കൂടെയൊക്കെ ജോലി ചെയ്തിരുന്ന പല ആൾക്കാരും ഇന്ന് പത്രപ്രവർത്തനം അവസാനിപ്പിച്ച് എന്നല്ല, വേറൊരു മേഖലയിലേക്ക് മാറ്റി സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റിന് മാറി. കാരണം ഞാൻ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഒട്ടേറെ ആൾക്കാർക്ക് ഇന്ന് എക്സ്പെർട്ട് ഒപ്പീനിയൻ ആവശ്യം, അതിലേക്ക് മാറുന്ന ജേർണലിസം വരെ ഇന്നുണ്ട്. ആ കുട്ടിക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവ് ചെയ്തിട്ട് എൻ്റെ നമ്പറിൽ വരാം, ഒരു കുഴപ്പമില്ല. ഒരു 10-12 വർഷം മാധ്യമപ്രവർത്തനം നടത്തിയൊരു പരിചയമുണ്ട്. ഇന്ത്യയിലെ, ഞാനെപ്പോഴും പറയും, ഇന്ത്യയിലെ മുൻനിര ചാനലായ NDTV-യിലായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ധൈര്യമായിട്ട് എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ എൻ്റെ ഒരുപാട് കൊളീഗ്സ് ഉണ്ട്, അവരെ ഞാൻ കണക്ട് ചെയ്ത് തരാം. ഏതാണ് ഇപ്പോ ജേർണലിസം ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു നിങ്ങൾ ഒരു 2-2.5 മണിക്കൂറിന്റെ സെഷനായിട്ട് എടുക്കാവുന്ന ഒരു സാധനമാണ്. കാരണം എനിക്ക് അതിലാണ് നെറ്റ് ഉള്ളത്, MCA-യിലാണ് നെറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അറിയാതെ അതൊരു നമ്മൾ പഠിക്കുന്ന മേഖലയിലെല്ലാം കയറി പോകും. ആ കുട്ടി ദയവ് ചെയ്തിട്ട് നമ്മളെ എത്ര സമയം വേണമെങ്കിലും, ഏതൊക്കെ മെറ്റീരിയൽ വേണമെങ്കിലും ഞാൻ അയച്ചുതരാം, ഒരു പ്രശ്നമില്ല കേട്ടോ. താങ്ക് യു അഗെയിൻ സർ. വേറെ ക്വസ്റ്റ്യൻ ഉള്ളത്, ലോക്കോ പൈലറ്റ് ആവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പൊ ലോക്കോ പൈലറ്റിന് അവര് ഇപ്പൊ കഴിഞ്ഞ വർഷം വരെ +2 ആയിരുന്നു ആവശ്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് റെയിൽവേ ഒന്ന് മാറ്റി ഡിഗ്രിയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഒരിക്കലും കൺഫേം ആയിട്ടില്ല. കാരണം ഈ അറിയാലോ, കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് ഈ ലോക്ക്ഡൌൺ ആയത് മീൻസ് നമ്മൾ പല സാധനങ്ങളുടെയും കമ്മിറ്റി ഒന്നും കൂടാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതുണ്ടാവില്ല. സാധാരണ പണ്ടത്തെ രീതിയിലൊക്കെ പോളിടെക്നിക്കൽ ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികളാണ് കൂടുതൽ ഈ ജോബിന് ഇതാക്കിയിരുന്നത്. അപ്പൊ ഒരു ട്രെയിനിങ് കഴിയുന്നതോട് കൂടിയിട്ട് ലോക്കോ പൈലറ്റ് ആവാൻ സാധിക്കും. ഇപ്പോഴത്തെ ലെവലില് +2 മതി. +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാ പത്രങ്ങളിലും ലോക്കോ പൈലറ്റ്, റെയിൽവേ വിളിക്കുന്നു ലോക്കോ പൈലറ്റ് എന്നൊക്കെ പരസ്യം ഉണ്ടാവും. അപ്പം അത് ഇനി ഉണ്ടാവാൻ പോകുന്നത് ഒരുപക്ഷെ ഡിഗ്രി ഉള്ള ആൾക്കാരായിരിക്കും അവർ വിളിക്കുക. ഇപ്പൊ കഴിഞ്ഞ ഒരു ടൈം വരെ +2-കാരാണ് വിളിച്ചിട്ടുള്ളത്. ഇതുണ്ടാവും. അത് എംപ്ലോയ്മെന്റ് ന്യൂസിൽ വളരെ വ്യക്തമായിട്ട് അത് വരാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അടുത്ത ഡിസംബറോട് കൂടിയിട്ടൊക്കെ ഇനി ഷെഡ്യൂൾ ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ കൊറോണയുടെ ഒരു അടുത്ത 3rd വേവ് ഒക്കെ ഉണ്ടാകുന്നത് ഉണ്ടാകുന്ന സമയത്ത് ഹ്യൂജ് വേക്കൻസി ഉണ്ടാവാനുള്ള ഒരു ഇതുണ്ട്. ലോക്കോ പൈലറ്റ്, റെയിൽവേ എഞ്ചിനീയേഴ്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നുണ്ട്. താങ്ക് യു അഗെയിൻ സർ. വേറെ ക്വസ്റ്റ്യൻ ഉള്ളത്, ഒരു കെമിസ്റ്റ് ആയി കഴിഞ്ഞാലുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്? BSc കെമിസ്ട്രി പഠിക്കുക അല്ലെങ്കിൽ BTech കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുക എന്നതാണ് ആദ്യം നമ്മൾ കെമിസ്ട്രി വേണ്ട ഒരു കടമ്പ. കെമിസ്ട്രി ആയി കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അനന്തമായ സാധ്യത. കാരണം BSc കമ്പ്യൂട്ടർ സയൻസ്, BSc കെമിക്കൽ എഞ്ചിനീയറിംഗോ, BSc തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗിലാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ ഏറ്റവും അടുത്ത് ഉള്ളത്. അപ്പം കെമിസ്ട്രി പഠിച്ചാൽ പോലും ഇന്ന് ഞാൻ ഏറ്റവും സിമ്പിളായി പറയാവുന്നൊരു കാര്യം, ഏതൊരു നിർമ്മാണ കമ്പനിയിലും ഒരു കെമിസ്ട്രിയുടെ ആവശ്യമാണ്. ജസ്റ്റ്
ആ കമ്പനിക്ക് ലൈസൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ സോപ്പ് പൊടി നിർമ്മാണ യൂണിറ്റ് ആണെന്ന് വിചാരിക്കും. അപ്പം ഈ സോപ്പ് പൊടി നിർമ്മാണ യൂണിറ്റ് നമ്മൾ കൃത്യമായി കൊണ്ടുനടക്കുകയാണ് കാര്യങ്ങൾ. അതിന്റെ കൂടെ സാനിറ്റൈസർ നിർമ്മിക്കണം, ഇല്ലെങ്കിൽ സ്പ്രേ നിർമ്മിക്കണം, അങ്ങനെ നമുക്ക് പലതും ഉണ്ടാകാൻ അതെല്ലാവരും കെമിസ്റ്റ് ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് ലൈസൻസ് അപ്രൂവ് ചെയ്ത് കിട്ടുള്ളൂ. ഇപ്പൊ ഡ്രഗുമായി ബന്ധപ്പെട്ട ലൈസൻസ് കിട്ടുന്ന കെമിസ്റ്റ് ആവശ്യം. അപ്പോൾ അനന്തമായ സാധ്യതയാണ്. ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ അലർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഉള്ള ആൾക്കാർ ഈ കെമിസ്ട്രി മേഖലയിൽ പോവാതിരിക്കുന്നതായിരിക്കും. സ്വന്തം ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ വൈഫ് കെമിസ്റ്റാണ്. അപ്പൊ അലർജി ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് അറിയുന്നതുകൊണ്ട് പറയാണ് ഏറ്റവും നല്ലത് നമ്മൾ ബോഡിയൊക്കെ ഫിറ്റ് ആണ്, മറ്റു അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ കെമിസ്ട്രി നല്ലതാണ്, നല്ല ജോലി സാധ്യത ഉണ്ട്. പണ്ട് പറഞ്ഞവന്ന് കേട്ടതിന്റെ പോലെ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സാധനമൊന്നുമല്ല. പണ്ട് അതുണ്ടാവുന്നത് പെൺകുട്ടികളെ അതെടുക്കരുത്, ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഒരുപാട് ഇതിനെപ്പറ്റി അറിയാണ്ട് കുറെ ആൾക്കാർ പലതും പറഞ്ഞു. പക്ഷെ അതൊന്നും ഇപ്പൊ ഇല്ല. പിന്നെ അതൊന്നും വളരെ നമ്മളുടെ PPE, നമ്മളുടെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ നമുക്ക് എന്തായാലും തരാവുന്ന ഉപകരണങ്ങളൊന്നും എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. അതുകൊണ്ട് അതിനൊരു പേടി. താങ്ക് യു. യെസ് സാർ, വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പോൾ MBBS ഇപ്പോൾ ഇന്റർനാഷണൽ അപ്രൂവൽ ഉള്ളതോട് കൂടിയിട്ട് ഏതൊക്കെ രാജ്യങ്ങളിലായിരിക്കും, ഇപ്പൊ ഇന്ത്യ ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നമുക്ക് MBBS ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങൾ, അതായത് ഇന്റർനാഷണൽ അപ്രൂവൽ ഉള്ള? അതായത് വലിയ മാനങ്ങളുള്ള ഒരു ചോദ്യമാണ് സാറ് വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ചു. അതിനാൽ ഇന്ത്യയിൽ ലോകത്ത് എവിടുന്ന് MBBS പഠിച്ചു വന്നാലും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ പരീക്ഷ പാസ്സായ ഒരാൾക്ക് മാത്രമേ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. അത് 2 വർഷം മുമ്പ് പുതിയൊരു നിയമം കൂടി വന്നു. 2019 മുതൽ ഇന്ത്യയിൽ നീറ്റ് ക്വാളിഫൈ ചെയ്ത കുട്ടി മാത്രമേ വിദേശത്ത് ഏത് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാലും ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ലോകത്ത് ഏത് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാലും ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ പരീക്ഷ പാസ്സാവണം. അതുകൊണ്ട് 2019 മുതൽ നീറ്റ് ക്വാളിഫൈ, ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. ക്വാളിഫൈ ചെയ്ത കുട്ടികളും പുറത്ത് 5 വർഷം പഠിച്ച് ഇവിടെ തിരിച്ചു വരുമ്പോഴും അവരെന്ത് വേണം, ഇവിടുത്തെ മെഡിക്കൽ കൗൺസിലിന്റെ സ്ക്രീനിങ് ടെസ്റ്റ് എന്നാണ് അതിന് പറയുക. അതിന്റെ പരിതാപകരമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പാസ് പെർസെൻറ്റേജ് വളരെ വളരെ കുറവായിട്ടാണ് ഇപ്പോൾ അറിയുന്നത്. ബിലോ 50% ഒക്കെയാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റിന്റെ പാസ് പെർസെൻറ്റേജ് എന്നാണ് അറിയുന്നത്. വളരെ ഞെട്ടിക്കുന്ന ഒരു സത്യം കൂടിയാണ്. താങ്ക് യു സോ മച്ച്. യെസ്, വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത് എയർപോർട്ട് മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആ ഒരു രംഗത്തേക്ക് എത്തിപ്പെടാൻ പറ്റുക? നേരത്തെ ആരോ പറഞ്ഞു BBA ഏവിയേഷൻ, അങ്ങനെ അത്തരം കോഴ്സുകളാണ് ഈ എയർപോർട്ട് മാനേജ്മെന്റിലേക്ക് പോകുന്നത്. പിന്നെ ഈ കുട്ടികളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനി ഡിഗ്രി എന്ന് ചോദിക്കും. ഇപ്പം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കോൾ ഫോർ ഇയർ, ആ കോൾ ഫോർ ചെയ്യുമ്പോൾ അവർ എനി ഡിഗ്രി എന്നാണ് ചോദിക്കുക. ആ ഡിഗ്രി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരൊരു ടെസ്റ്റ് നടത്തിയിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. ആ ടെസ്റ്റിൽ നമുക്ക് സ്കില്ലുണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുക. അതുകൊണ്ട് കുട്ടികളെ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മത്സര പരീക്ഷയ്ക്ക് ഒരുങ്ങി പഠിച്ചു കഴിഞ്ഞാൽ ഏത് കോഴ്സിനും നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇപ്പോൾ അടുത്തൊരു 10 വർഷം വരെ എന്തായാലും ഏതെങ്കിലും ഡിഗ്രി ഉള്ളവരായിരിക്കും എയർപോർട്ട് മാനേജ്മെന്റ് കിട്ടുന്നത്. അവിടെയാണ് ഇവർ ആഡ് ഓൺ കോഴ്സ് ഡിഗ്രിക്ക് പഠിച്ച കുട്ടികൾ നമ്മളെ പുറകിലാക്കി കയറും. ട്രഡീഷണൽ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഇന്റർവ്യൂലൊക്കെ പാസ്സാവണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. മറ്റേ ആഡ് ഓൺ കോഴ്സ് പഠിച്ച കുട്ടികൾ ഓൾറെഡി അതിന് ടെക്നിക്സ് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഒരു ആഡ് ഓൺ കോഴ്സ് കൂടി പഠിക്കുന്നതായിരിക്കും നല്ലത്. BBA ഏവിയേഷനോ ലോജിസ്റ്റിക് അങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുന്നത്. താങ്ക് യു. സാർ, വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പോൾ IAS വേണ്ടി ശ്രമിച്ചു, ഓക്കെ, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാക്കപ്പ് ആയിട്ട് ഒരു കോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്ന എന്തൊക്കെയായിരിക്കും? ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സിവിൽ സർവീസ് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പൊ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഗ്രി ഉണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് കറണ്ട് അഫയേഴ്സും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിരിക്കും. ഞങ്ങളൊക്കെ സാധാരണ ഇത്തരം ക്ലാസ്സിന് പോകുന്നത് നിങ്ങൾ കേരളത്തിലെ എല്ലാ PSCയും എഴുതി എന്നുള്ളതാണ്. IAS കിട്ടിയില്ലെങ്കിലും അല്ല, നിങ്ങൾക്ക് ഇവിടെ തഹസിൽദാരെങ്കിലും ആവാമെന്ന് നമ്മൾ തമാശക്ക് പറയുന്ന കാര്യം.
IAS കൃത്യമായി പഠിച്ച ഒരാൾക്ക് കേരള PSC കിട്ടാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ബാക്കപ്പ് കോഴ്സിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾക്കൊരു കരിയർ തന്നെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഡിഗ്രി വെച്ചിട്ട് കിട്ടാവുന്ന എല്ലാ സാധനവും, ഇനി അതല്ലെങ്കിൽ PGക്ക് പോകാം, നിങ്ങളുടെ ഡിഗ്രിയുടെ ഹയർ സ്റ്റഡീസിന് പോകാം, അത് പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾക്ക് PSC എഴുതിയാൽ എന്തായാലും ജോലി കിട്ടും എന്നുള്ള കാര്യം 99% ഉറപ്പാണ്. താങ്ക് യു സർ. വേറെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ വർഷങ്ങളിലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായിട്ടുള്ള ഒരു വലിയൊരു മാറ്റം വരുന്ന ഒരു മേഖലയാണ് മൊബൈൽ ഫോൺ, അതിന്റെ ആപ്ലിക്കേഷൻസ്, ആ ഒരു രംഗത്തുള്ള ടെക്നോളജി. അതിനകത്തേക്ക് ഇപ്പോ അത്തരം മേഖലകളിലേക്ക് എത്താൻ ആയിട്ടുള്ള വഴികൾ ഏതൊക്കെയാണ്? ടെക്നോളജി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാലോ, നമ്മളൊരു എഞ്ചിനീയറിംഗ് മേഖലയാണ് ഈ ടെക്നോളജി. 25 വർഷം മുമ്പ് ഉണ്ടായിരുന്ന നല്ല എഞ്ചിനീയേഴ്സ് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഇംപ്ലിമെന്റ്. ഇപ്പോഴത്തെ എഞ്ചിനീയേഴ്സ് കണ്ടുപിടിച്ചാലാണ് അടുത്തൊരു 25 വർഷം കഴിഞ്ഞുണ്ടാവും. കാരണം എന്തൊരു സാധനത്തിനെയും വിശാല മനസ്കതയോടെ, നല്ല വിശാല കാഴ്ചപ്പാടോടെ വരച്ച് കാട്ടുന്നവനാണ് ഒരു നല്ല എഞ്ചിനീയർ. അതുകൊണ്ട് തന്നെ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ ലെവലിൽ ഒന്നുകിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ല എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഈ കോഴ്സ് പഠിക്കുക എന്നുള്ളത് തന്നെ അതിൻ്റെ ഇതിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഏതാണോ താല്പര്യം അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. താങ്ക് യു സർ. ഇന്ത്യൻ ആർമിയിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ ആർമിയിലേക്ക് എത്തിപ്പെടാൻ പലവിധ മാർഗങ്ങളുണ്ട്. ഇപ്പൊ സാധാരണ ആർമിയുടെ ഒരു റാലി നമ്മുടെ നാടുകളിലൊക്കെ നടക്കാറുണ്ട്. MSP ക്യാമ്പ്, അങ്ങനെ തിരുവനന്തപുരം, അതൊരു നോർമൽ പ്രക്രിയയാണ്. എന്നാൽ നമ്മളിപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഞാൻ പറയുന്നത്, നിങ്ങളുടെ +2 കഴിയുമ്പോൾ നിങ്ങളുടെ ആർമിയിലേക്ക് പോയി പഠിച്ച് അവിടെ തന്നെ ജോലി നേടാനുള്ള ഒരവസരം സയൻസ് ഗ്രൂപ്പുകാർക്കാണ് ഉള്ളത്. അപ്പൊ അവിടെ ആർമിയിൽ 3 വർഷം ആകുമ്പോൾ നിങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കൂടി അവിടെ കിട്ടും. അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ ആ ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ തന്നെ എഞ്ചിനീയറിംഗ് മേഖല, ആർമിയിലെ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകാം. ഇനി അതല്ല, നമുക്ക് അവിടെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ അവിടുത്തെ മറ്റു മേഖല ഏതാണെന്ന് വെച്ചാൽ ആർമിയിലെ എല്ലാവരും മേഖലയുണ്ട്. സാധാരണ ഈ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏതിലേക്ക് പോകാൻ അതിനകത്ത് നമ്മളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള എല്ലാ അവസരങ്ങളും ആർമിയിലുണ്ട്. കാരണം ആർമിയിൽ എത്തിപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നന്നായി പഠിക്കുക, അവരുടെ എൻട്രൻസ് എഴുതുക, NDA എൻട്രൻസ് എഴുതുക, സുഖമായി ആർമിയിലേക്ക് എൻട്രി ചെയ്യുക. താങ്ക് യു സർ. വേറെ ഉള്ളത് ISRO, അതേപോലെ തന്നെ NASA, ഇത്തരം ഈ ഉയർന്ന സ്ഥാപനങ്ങളിലേക്ക് എത്താനായിട്ടുള്ള വഴികൾ ഏതൊക്കെയാണ്? കേരളത്തിൽ നിന്ന് ഒട്ടുമിക്ക എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേരും ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് ISRO. അപ്പം ഈ ഫിസിക്സിനോടും മാത്സിനോടും താല്പര്യമുള്ള, അതായത് അഗ്രസീവായിട്ട് സയൻസ് ഒരു റിസർച്ച് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ISROയിലേക്ക് പോകാം. നിങ്ങൾ ISRO കൈവിടില്ല. കഴിവുണ്ടെങ്കിൽ ISRO ആയാലും NASA ആയാലും, നമ്മൾ ISRO നമ്മൾ കുറച്ചുകൂടി ധൈര്യം പറയാം, ISRO നിങ്ങളെ കൈവിടില്ല. നിങ്ങൾക്ക് വേണ്ടത് ഒരു ഏറ്റവും നല്ലത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് തന്നെയാണ്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഇനി അതല്ല, BSc ഫിസിക്സ് ആണെങ്കിൽ പോലും നിങ്ങളെ അവരൊരിക്കലും കൈവിടുന്നില്ല. കാരണം നിങ്ങളെ കഴിവുണ്ടെങ്കിൽ ISRO നിങ്ങളെ വെച്ചിരിക്കും. അതിനൊരു ഡിഗ്രി കഴിഞ്ഞാൽ, എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞാൽ 1 വർഷത്തെ അപ്രന്റീസ് കോഴ്സ് അവിടെ ഉണ്ട്. ഒരു ചെറിയ സ്റ്റൈപ്പൻഡ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൂടി നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. താങ്ക് യു സർ. വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പൊ BDS കഴിഞ്ഞു, ഇനി അത് ചെയ്തിട്ട് ഇപ്പൊ ഡെന്റൽ മേഖലയിലേക്ക് പോവാതെ MSc ഏതൊക്കെ ചെയ്യാം? ഇനി അതല്ലാതെ മറ്റു അവസരങ്ങൾ ഏതൊക്കെയാണ്? MSc ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഒരു അവസരം എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ BDS കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കുന്ന പലരും അസുഖമായിട്ട് വരുമ്പോഴും ഇല്ലെങ്കിൽ ചെറിയ ഇവരൊരു കൗൺസിലിങ്ങും അങ്ങനത്തെ ഒരു സെക്ഷൻ ചെയ്യാൻ അറിയാവുന്ന ഒരു BDS കഴിഞ്ഞ ഒരാളാണ് എങ്കിൽ അവരുടെ റിസൾട്ട് ഭയങ്കര നന്നായിരിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല MSc കോഴ്സ് ക്ലിനിക്കൽ സൈക്കോളജി ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് അത്ര താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ നമ്മുടെ ഇപ്പൊ എൻ്റെ ഉദാഹരണം, എൻ്റെ പോലെ തന്നെ ഇങ്ങനെ ക്രമം തെറ്റിയിട്ടുള്ള സംഭവം, ഇതേ തരത്തിലുള്ള ഒരുപാട് MSc കോഴ്സുകൾ ഇന്ന് പുറത്ത്, അതായത് ഇപ്പോൾ
ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ഇന്ന് അത്തരം കോഴ്സുകളുണ്ട്. അത് ഓൺലൈനായിട്ട് തന്നെ ഇപ്പോൾ നമുക്ക് നേടാവുന്നതാണ്. ഏറ്റവും നല്ല പിന്നെ MBAക്ക് വേണമെങ്കിൽ പോവാം. കാരണം നമുക്കറിയില്ല, നമ്മുടെ നാട്ടിൻപുറത്ത് വരെ ഇപ്പോൾ 10-15 ഹോസ്പിറ്റലുകളുണ്ട്. ഈ ഹോസ്പിറ്റലൊക്കെ മാനേജ് ചെയ്യുന്നത് ഇപ്പോൾ ആ മേഖലയുമായി ബന്ധമില്ലാത്ത ആൾക്കാരാണ്. മറിച്ച് MBBSോ BDSോ കഴിഞ്ഞ് നമ്മളൊരു മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ അനന്തമായ ജോലി സാധ്യതയാണ് ഇന്ന് ഹോസ്പിറ്റൽ മേഖലയിൽ. താങ്ക് യു. യെസ് സാർ, വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പോൾ ഡിഗ്രി ഇംഗ്ലീഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ താല്പര്യം എഴുത്താണ്. അപ്പോൾ ഇനിയുള്ള പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്ത് പോയിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ ഏത് കോഴ്സാണ് ഏറ്റവും ആപ്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക? MS തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പം നിങ്ങൾ അതിന് ഏറ്റവും അത്രയും നന്നായി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ PG മേഖലയിൽ നിങ്ങൾ ഇപ്പൊ തന്നെ കോൺഫറൻസുകൾ, ഇന്റർനാഷണൽ കോൺഫറൻസുകളിലൊക്കെ പേപ്പറൊക്കെ പ്രസന്റ് ചെയ്തിട്ട്, അതൊക്കെയാണെങ്കിൽ ന്യൂസിലാൻഡിലും UK-യിലൊക്കെ ഒട്ടേറെ യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾ സ്കോളർഷിപ്പ് തരാൻ തയ്യാറുണ്ട്. അത്തരം യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ അപേക്ഷിച്ച് കഴിയുമ്പോൾ നമുക്ക് കണ്ടിജൻസി വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് കണ്ടിജൻസി വരെ നമുക്ക് കിട്ടും. അതുകൊണ്ട് എപ്പോഴും പുറത്തു പോയി പഠിക്കുമ്പോൾ നിങ്ങൾ കാശ് അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് മേടിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഏറ്റവും നല്ലത് ന്യൂസിലാൻഡിലൊക്കെ നല്ല ഇംഗ്ലീഷിന് നല്ല യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ ഒക്കെ ശ്രമിക്കാവുന്നതാണ്. അവിടെ അതിലേക്ക് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. നമ്മുടെ സാറ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാം ആണ്. സാധാരണ ആ എൻട്രൻസ് എക്സാം വരാറുള്ളത് ഡിസംബർ മാസത്തിലാണ്. ഈ വർഷം അതിന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. കാരണം നമുക്കറിയാം, ലോകത്ത് എല്ലായിടത്തും കൊറോണ ബാധിച്ചു. ഞാനിങ്ങനെ പറയാൻ കാരണം നമ്മുടെ കോളേജിൽ നിന്ന് പല കുട്ടികളും ഈ ന്യൂസിലാൻഡിലെ യൂണിവേഴ്സിറ്റിക്ക് പോകാറുണ്ട്. അപ്പം അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ തന്നെ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഇതിന് കൊച്ചിയിൽ ഒരു ഓഫീസ് വരെയുണ്ട്. അവരെ ഒരു എക്സ്റ്റൻഷൻ കൗണ്ടർ പോലെയുള്ള. അവിടെ പോയി കഴിഞ്ഞാൽ സ്കോളർഷിപ്പിനുള്ള എല്ലാ ഇതും അവിടുന്ന് കിട്ടും. എനിക്ക് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അങ്ങനെ ഇംഗ്ലീഷ് പുറത്തു പോയി PG ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ ലിവർപൂൾ യൂണിവേഴ്സിറ്റിയിലും നല്ല ഇതാണുള്ളത്. നമ്മുടെ മലപ്പുറത്ത് വെളിയങ്കൂറുള്ള ഒരു ടീച്ചർ കുട്ടി അവിടെ റീഡറാണ്. റീഡർ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു അസോസിയേറ്റ് പ്രൊഫസർ എന്ന രീതിയിലാണ് ഉണ്ടാവുക. അവര് ഇതേപോലെ അവിടെ പഠിക്കാൻ പോയതാണ്. പിന്നീട് പ്ലേസ്മെന്റ് കിട്ടി. ലിവർപൂൾ യൂണിവേഴ്സിറ്റി നല്ല ലിറ്ററേച്ചറിൽ കുറച്ചുകൂടി റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് അതൊക്കെ. നിങ്ങൾക്ക് അത് തന്നെ ഇല്ലെങ്കിൽ ഹൈദരാബാദ് IFBA ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. വായനയിൽ ഒട്ടും കുറക്കാതിരിക്കുക. ഡിജിറ്റൽ വായനക്കപ്പുറത്ത് പഴയ പരമ്പരാഗതമായിട്ടുള്ള പുസ്തക വായനയിലേക്ക് തന്നെ നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പഠിച്ചോൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല ഉയരത്തിലെത്താൻ പറ്റും. താങ്ക് യു. യെസ് സാർ, വേറെ ക്വസ്റ്റ്യൻ ഉള്ളത്, സയൻസ് പഠിക്കണം എന്നുണ്ട്. അത് മാത്സ് സബ്ജക്ട് എടുക്കാതെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്ന് പല കുട്ടികളും ചോദിക്കുന്ന ഒരു സാധനമാണ് ബയോസൈക്കോളജി എന്നാണ്. ഞാൻ അതിന് ഒറ്റവാക്കിൽ ഉത്തരം പറയും. മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ സൈക്കോളജി പഠിക്കണം. കേരള സിലബസ് CBSE-യിലാണെങ്കിലും സൈക്കോളജി ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഹോം സയൻസ് അങ്ങനെ ഏതെങ്കിലും സാധനം പഠിച്ചിരിക്കാവുന്ന ഓപ്ഷൻസ് ഒരുപാടുണ്ട്. മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാത്സിനോട് അത്ര വലിയ ദേഷ്യം കാണിക്കുന്നു. കാരണം നിങ്ങളുടെ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലമാറ്റിക് പേപ്പറാണ്. അതിൽ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്സിനോട് ദേഷ്യം നടക്കില്ല. നിങ്ങൾ പിന്നെ ഒരു നീറ്റ് കഴിഞ്ഞില്ലെങ്കിൽ അതിലെ ഫാർമസി കോഴ്സിന് എല്ലായിടത്തും പോകുമ്പോഴും ഒരു മാത്സ് നിങ്ങൾക്ക് ഉണ്ടാവും. മീൻസ് ഫിസിക്സ് ഉണ്ടാവും. അതുകൊണ്ട് മാത്സിനോട് ദേഷ്യം വേണ്ട. മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് സൈക്കോളജി പഠിക്കണം കേട്ടോ. താങ്ക് യു അഗൈൻ. യെസ് സർ, വേറെ ക്വസ്റ്റ്യൻ ഉള്ളത്, ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സസ് ഏതൊക്കെയായിരിക്കും? കുറച്ചും കൂടെ ഹൈലി പേ കിട്ടാനുള്ള ഒരു പേ റൈസ് കിട്ടാനുള്ള സാധ്യതകളുള്ള കോഴ്സുകൾ? ബസ് നമ്പർ 1 ഫിസിയോതെറാപ്പിയാണ്. ഫിസിയോതെറാപ്പിയിൽ നമ്മൾ സ്പോർട്സ് ഓറിയന്റഡ് ആയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു ഒരു ഡോക്ടറേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത്. കാരണം ഇന്ന് നമുക്കറിയാം ISL ആണ് നമ്മുടെ നാട്ടിൻപുറത്ത് പോലും ഭയങ്കരമായിട്ടുള്ള ക്ലബ്ബ് ഫുട്ബോൾ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജ്വരം പടർന്നു പിടിച്ചു. ഇവരെല്ലാവരും ഒരു ഫിസിയോതെറാപ്പി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും
ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ഫിസിയോതെറാപ്പിയാണ് പാരാമെഡിക്കലിൽ നമ്പർ 1. ഒരു 10 വർഷം മുമ്പ് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്ന് ഉപയോഗിക്കുന്നത്. ഒരു സെക്കൻഡ്, സോറി. അപ്പം ഡോക്ടർ എന്നാണ് ഉപയോഗിച്ചത്. പിന്നീടാണ് അത് IMA പോലെയുള്ള ആൾക്കാരെ എതിർത്തുകൊണ്ടാണ് അവരത് ഒഴിവാക്കിയത്. ഏറ്റവും നമ്പർ 1 ഫിസിയോതെറാപ്പിനെ. പിന്നെ നമുക്കറിയാം നഴ്സിംഗ്. ഒരിക്കലും നമുക്ക് ഡോക്ടറേക്കാൾ കൂടുതൽ അനുകമ്പ തോന്നുന്ന ഒരു മേഖലയാണ് നഴ്സിംഗ്. ഈ നിപ്പ വന്ന സമയത്ത് കോഴിക്കോട് ഒരു നഴ്സ് മരിച്ചപ്പോൾ ലോകത്തെ എല്ലാവരും ഒരുപോലെ കരഞ്ഞു എന്ന് നമ്മളെല്ലാവരും പത്രങ്ങളിൽ വായിച്ചത്. ഏറ്റവും ദിവ്യമായ ഒരു ജോബാണ് നമുക്കെപ്പോഴും നഴ്സിംഗ്. ഇന്ത്യയിൽ മാത്രമാണ് ശമ്പളം കുറവുള്ളത്. ഇന്ത്യക്ക് പുറത്തൊക്കെ നല്ല ശമ്പളമുള്ള ഇതാണ് നഴ്സിംഗ്. പിന്നെ അത് കഴിയുമ്പോൾ ഇപ്പം ഓഡിയോ വിഷ്വൽസ് ആണ്. നമുക്കറിയാം, ജനിക്കുന്ന കുട്ടി സംസാരിക്കുന്നുണ്ടോ സംസാരിക്കില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം അത്തരം രീതിയിലൊക്കെ പോകുമ്പോൾ BSc നല്ല കോഴ്സാണ്. MLT നമുക്കറിയാം, ഇപ്പോൾ എന്ത് സംഭവം ഉണ്ടെങ്കിൽ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ BSc MLT നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ്. അതുപോലെ തന്നെ BSc റേഡിയോളജി നമുക്കറിയാം, സ്കാനിങ് ആയാലും ഇപ്പൊ എല്ലാത്തിനും അവസരങ്ങൾ കൂടി വരികയാണ്. എക്സ്റേ എടുക്കണം എന്തുണ്ടെങ്കിലും ഇതിനെല്ലാം ഒരു റേഡിയോളജിസ്റ്റ് ആവശ്യമാണ്. അപ്പൊ അത് ഒരു BSc റേഡിയോളജി നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരും. ഇപ്പൊ നമ്മളെല്ലാവരും പഞ്ചസാര ആവശ്യത്തിന് കൂടുതൽ തിന്നതൊന്നും എല്ലാവരെയും കിഡ്നി അടിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ ഡയാലിസിസ്, പണ്ട് ഡയാലിസിസ് ചെയ്യാന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തോ കോഴിക്കോടോ ഒക്കെ പ്രധാനപ്പെട്ട വലിയ ആശുപത്രികൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ നാട്ടിൽ ചങ്ങനാട് ഹോസ്പിറ്റലിൽ വരെ ഡയാലിസിസ്. അപ്പൊ അതുകൊണ്ട് തന്നെ BSc ഡയാലിസിസ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു കോഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കൂടി വരുന്നു. പിന്നെ നാടൊട്ടുക്കും ആർക്കും ഇപ്പൊ എല്ലാവരും സ്റ്റൈലിലും കണ്ണട വെക്കുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന ഒരു കോഴ്സ്. എവിടേക്ക് തിരിഞ്ഞാലും നമുക്ക് പാരാമെഡിക്കൽ എന്ന് പറയുന്ന സാധനം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവം. പ്രധാനപ്പെട്ട 6 എണ്ണാണ് പാരാമെഡിക്കൽ ഉള്ളത്. ഈ പാരാമെഡിക്കലിൽ കേരളത്തിലുള്ളത് കുഹാസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഒന്നും കൂടി ചോദിക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ പല സ്ഥലങ്ങളിലും കുഹാസ് അല്ലാതെ തമിഴ്നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളിൽ കോഴ്സ് നടക്കുന്നുണ്ട്. അത്തരം സ്കൂളുകളിലോ കോളേജുകളിലോ എൻ്റെ മക്കൾ പോയി ചേരരുത്. കേരളത്തിലെ പാരാമെഡിക്കൽ നടത്താനുള്ള യൂണിവേഴ്സിറ്റി കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയാണ്. തൃശ്ശൂരാണ് അതിൻ്റെ ആസ്ഥാനം. അതിലേക്ക് മാനേജ്മെന്റ് കോട്ടയിലും മെറിറ്റ് കോട്ടയിലുമാണ് അഡ്മിഷൻ പോവുക.